അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നമ്മുടെ രാജ്യത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് വഖഫ് അമെൻമെന്റ് ആക്ട് 2025. 1995 വഖഫ് ആക്ടിനെ അമെൻമെന്റ് ചില ആർട്ടിക്കിളിൽ അമെൻമെന്റ് കൊണ്ടുവന്നിട്ടുള്ള പുതിയ ബില്ലാണ്. അത് പാർലമെന്റിൽ അത് അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ മുനമ്പം എന്ന വിഷയമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ നിരന്തരമായിക്കൊണ്ട് ഈ വിഷയമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. കൃത്യമായി തന്നെ ഇതിനെ കീറി മുറിച്ചുകൊണ്ട് പരിശോധിക്കുകയാണ്. ഇതിനുവേണ്ടി നമ്മുടെ ഗസ്റ്റായിട്ട് എത്തിയിട്ടുള്ളത് അഡ്വക്കേറ്റ് മുഹമ്മദ് റാഷിദാണ്. അദ്ദേഹം വാർവിക് യൂണിവേഴ്സിറ്റി UK വാർവിക് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി റിസർച്ച് അസിസ്റ്റൻ്റായി പ്രവർത്തിച്ചിരുന്ന ആളാണ്. അതേപോലെ തന്നെ കേരള ഹൈക്കോർട്ടിലും മറ്റും പ്രാക്ടീസ് ചെയ്തിട്ടുള്ള വക്കീലാണ്. മാത്രമല്ല അദ്ദേഹം ഈ വിഷയകമായിട്ടുള്ള ആർക്കീവുകളും മറ്റുമെല്ലാം പരിശോധിക്കുന്ന പഴയ കാലത്തുള്ള ഡാറ്റകളൊക്കെ വിശകലനം ചെയ്ത് പരിചയമുള്ള അതിൽ വിദഗ്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇന്ന് അദ്ദേഹം ക്യാമ്പസ് അലൈവ് എന്ന് പറഞ്ഞിട്ടുള്ള അക്കാഡമിക് പോർട്ടലിന്റെ സബ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ബേസിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് വഖഫ്? ഇസ്ലാമിൽ എന്താണ് വഖഫ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതുപോലെ ഇന്ത്യൻ രാഷ്ട്രത്തിന്റെ പശ്ചാത്തലത്തിൽ എന്താണ് വഖഫിന്റെ നിയമങ്ങളും മറ്റും? വഖഫ് അടിസ്ഥാനപരമായി സ്റ്റെം ചെയ്തിരിക്കുന്ന ഇസ്ലാമിക് തിയോളജി തന്നെയാണ്. വഖഫിനെ നമ്മൾ ഒരു ദൈവശാസ്ത്ര അടിത്തറയിൽ നിന്നുകൊണ്ട് പ്രാഥമികമായി വിശകലനം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് നിർവചിക്കുകയാണെങ്കിൽ വഖഫ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് വിശ്വാസികൾ ഇസ്ലാമിക നിയമപ്രകാരം അല്ലെങ്കിൽ ഇസ്ലാമിക ആ, ഒരു ധാർമ്മിക വ്യവസ്ഥ പ്രകാരം നന്മ എന്ന് കൽപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന് വരമേൽപ്പിക്കുന്ന സ്വത്തുക്കളാണ് യഥാർത്ഥത്തിൽ വഖഫ് എന്ന് പറയപ്പെടുന്നത്. അത് മൂവബിളോ ഇമ്മൂവബിളോ ആയിരിക്കാം. അപ്പോൾ സ്ഥലമായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ ഫർണിച്ചറോ അല്ലെങ്കിൽ മറ്റെന്തും ആയിരിക്കാം. അതിനൊരു 2-3 ഘടകങ്ങൾ പറയുകയാണെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ മാനദണ്ഡം എന്ന് പറയുന്നത് പൂർണ്ണമായും അള്ളാഹുവിൻ്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം കാംക്ഷിച്ചുകൊണ്ട് സബ്മിറ്റ് ചെയ്ത ഒന്നായിരിക്കണം. രണ്ടാമത്തേത് ആ പ്രോപ്പർട്ടി അങ്ങനെ ദാനം ചെയ്യാൻ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുള്ള ഉടമസ്ഥാവകാശവും കൈവശാവകാശവും കൈമാറ്റാവകാശവും ഉണ്ടായിരിക്കണം. മൂന്നാമത്തേത് അത് അൺകണ്ടീഷണൽ ആയിരിക്കണം. യാതൊരു ഉപാധികളും അതിന് സാധ്യമല്ല. അള്ളാഹുവിൻ്റെ പ്രീതി എന്നൊരു ഉപാധിയല്ലാതെ, ആ ഒരു ഇച്ഛയല്ലാതെ, നീയത്തല്ലാതെ മറ്റൊന്നും പാടില്ല. ഇങ്ങനെ സബ്മിറ്റ് ചെയ്യപ്പെടുന്ന, ഇങ്ങനെ ഭരമേൽപ്പിക്കുന്ന സ്വത്തുക്കളെയാണ് നമ്മൾ വഖഫ് എന്ന് പറയപ്പെടുന്നത്. ഇസ്ലാമിക് തിയോളജി പ്രകാരം ഇതാ. ഇപ്പോൾ ഖുർആനിൽ വഖഫ് എന്നൊരു പദം നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ അതേസമയം തന്നെ ദാനധർമ്മത്തിൻ്റെ ഒരു പ്രസക്തിയെ അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ വിശദീകരിക്കുന്ന 20-20 കൂടുതലോ ആയത്തുകൾ നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തികച്ചും ദൈവശാസ്ത്ര അടിത്തറയിൽ നിന്ന് രൂപം കൊണ്ടുന്ന ഒരു സംവിധാനമാണ് ശരിക്കും വഖഫ് എന്ന് പറയുന്നത്. പ്രവാചകന്റെ കാലം മുതൽ തന്നെ മുസ്ലിങ്ങൾ അവരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ പല കാര്യങ്ങൾക്കായിട്ട് ഇങ്ങനെ വഖഫ് ചെയ്യുകയും ആ വഖഫിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് മുസ്ലിം ലൈഫ് എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഫോമും ചെയ്തിട്ടുള്ളത്. അതിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് മുസ്ലിം ലൈഫ് എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടുള്ളത്, രൂപം കൊണ്ടിട്ടുള്ളതും നിലനിന്നിട്ടുള്ളതൊക്കെ ഉള്ളത്. അത് ഇന്ത്യൻ നിയമവ്യവസ്ഥയിലേക്ക് വന്നാൽ പ്രാഥമികമായി വഖഫിൻ്റെ നിർവചനം എന്ന് പറയുന്നത് തന്നെയാണ്. കാരണം അത് സ്റ്റെം ചെയ്തിരിക്കുന്നത് ദൈവശാസ്ത്രത്തിൽ നിന്നായതുകൊണ്ട് തന്നെ ഇന്ത്യൻ നിയമത്തിലും വഖഫ് എന്ന് പറഞ്ഞാൽ പ്രാഥമികമായി ഇത് തന്നെയാണ്. ഇന്ത്യൻ നിയമത്തിലേക്ക് വരുമ്പോൾ പിന്നീട് സവിശേഷമായി സംഭവിക്കുന്ന ഒരു കാര്യം, അതിൻ്റെ അഡ്മിനിസ്ട്രേഷന് വേണ്ടി, അതിൻ്റെ എഫക്റ്റീവ്നെസ്സിന് വേണ്ടി, അതിൻ്റെ ഒരു നിയമവ്യവഹാരവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനൊരു ഓർഡർ ഉണ്ടായിരിക്കുന്നു എന്ന് മാത്രം. അതാണ് ഇപ്പം നമ്മൾ ഈ പറയുന്ന 1995 വഖഫ് ആക്ട് എന്ന് പറയുന്നതും ഇപ്പോൾ വന്ന ഭേദഗതി എന്നൊക്കെ പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പോൾ പ്രാഥമികമായി അടിസ്ഥാനപരമായിട്ട് വഖഫ് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് ഒരു വിശ്വാസി നടത്തുന്ന ഇസ്ലാമിക ധാർമ്മിക വ്യവസ്ഥ പ്രകാരം നന്മ എന്ന് വിവക്ഷിക്കപ്പെടുന്നവർക്ക് വേണ്ടി നൽകുന്ന ഏതൊരു ദാനധർമ്മവും വഖഫാണ്. ഈ ഭരണഘടനയും വഖഫും തമ്മിലുള്ള ബന്ധം എന്താണ്? ഞാൻ പ്രത്യേകിച്ച് ചോദിക്കാനുള്ള കാരണം, ഇന്ന് BJP പാർട്ടിയിൽപ്പെട്ട ഒരു MP പറഞ്ഞിട്ടുള്ളത്, സുപ്രീം കോർട്ട് ഈ വിഷയത്തിൽ ഇങ്ങനെ ഇടപെടുകയാണ് എങ്കിൽ പാർലമെന്റ് അടച്ചുപൂട്ടുകയാണ് വേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ BJP ദേശീയ നേതൃത്വം അതിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഭരണഘടനയും വഖഫും തമ്മിൽ ഉള്ള വിഷയത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും സുപ്രീം കോടതി ഇവിടെ ഇടപെട്ടിട്ടുണ്ടാവുക. സ്വാഭാവികമായിട്ടും എന്താണ് ഭരണഘടനയും വഖഫും തമ്മിലുള്ള ബന്ധം എന്നൊരു ചോദ്യം വരുന്നുണ്ട്. പ്രാഥമികമായിട്ട് ഒരു ദേശരാഷ്ട്രത്തിന്റെ രൂപീകരണം എങ്ങനെയാണെന്നുള്ളത് ഒരു പ്രധാന വിഷയമാണ് ഇത്തരം വിഷയങ്ങൾ. അപ്പോൾ എങ്ങനെയാണ് അടിസ്ഥാനപരമായിട്ട് ഒരു ദേശരാഷ്ട്രം ഫോം ചെയ്യപ്പെടുന്നത്?
ഇപ്പോൾ സോഷ്യൽ സയൻസിലെ അല്ലെങ്കിൽ സോഷ്യോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകരിൽ ഒരാളായ തോമസ് ഹോബ്സ് അദ്ദേഹം എങ്ങനെയാണ് ദേശരാഷ്ട്രം ഫോം ചെയ്യപ്പെടുന്നത് എന്നുള്ളതിന് നൽകുന്ന പ്രധാനപ്പെട്ട ഉത്തരങ്ങളിലൊന്ന് സോഷ്യൽ കോൺട്രാക്ട് തിയറി എന്നാണ്. അതായത് ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെവിടെയാണെങ്കിലും ദേശരാഷ്ട്രം രൂപപ്പെടുന്നത് വ്യക്തികൾ ഒരു സാമൂഹിക ഉടമ്പടിയിലൂടെ നിർമ്മിക്കുന്ന ഒരു സംവിധാനമാണ് ദേശരാഷ്ട്രം. അതൊരു പ്രധാനപ്പെട്ട തിയറിയാണ്. എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒരു ദേശരാഷ്ട്രം ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ വ്യക്തികൾ ഒരു സിസ്റ്റത്തിന് വേണ്ടി ഒരു സാമൂഹിക ഉടമ്പടിയിൽ ഏർപ്പെടുന്നതോടുകൂടി നിയമപരമായി സൃഷ്ടിച്ചെടുക്കുന്ന ഒരു ഒരു ഫിക്റ്റീഷ്യസ് ആയ ഒരു എൻറ്റിറ്റി, ഒരു കൃത്രിമമായ ഒരു സംവിധാനമാണ് ഒരു ദേശരാഷ്ട്രം എന്ന് പറയുന്നത്. അതല്ലാതെ ദേശരാഷ്ട്രത്തിന് എന്തില്ല, മനുഷ്യൻ്റെ വളരെ ജൈവികമായിട്ടുള്ള ഒരു ജൈവിക സംവിധാനം എന്ന അർത്ഥത്തിലല്ല, മറിച്ച് കൃത്രിമമായി നിർമ്മിച്ചെടുക്കുന്ന നമ്മുടെ ചില സാമൂഹിക ആവശ്യങ്ങൾക്കും മറ്റൊക്കെ ആയിട്ട് നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന ഒരു എൻറ്റിറ്റിയാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, ദേശരാഷ്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ ദേശരാഷ്ട്രത്തിൻ്റെ ഫോർമേഷനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളൊന്നാണ് സോഷ്യൽ കോൺട്രാക്ട് തിയറി. ഈ സോഷ്യൽ കോൺട്രാക്ട് തിയറിയിലെ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഇതിനെ മനസ്സിലാക്കുകയാണെങ്കിൽ ഓരോ മതവിഭാഗങ്ങളും, ഓരോ വ്യക്തികളും, സാമൂഹിക വിഭാഗങ്ങൾ, മതവിഭാഗങ്ങൾ, സാംസ്കാരിക വിഭാഗങ്ങൾ, രാഷ്ട്രീയ വിഭാഗങ്ങൾ എന്നിങ്ങനെയുള്ള അനവധിയായ വിഭാഗങ്ങൾ ഈ രാഷ്ട്രവുമായിട്ട് പലതരത്തിൽ എൻഗേജ് ചെയ്യുന്നുണ്ട്. ഈ എൻഗേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ ഞാനൊരു വിശ്വാസിയാണ്. ഞാൻ നേരത്തെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ വഖഫ് എന്ന് പറയുന്നത് ദൈവശാസ്ത്രാടിസ്ഥാനത്തിൽ നിന്ന് രൂപം കൊള്ളുന്നൊരു സംവിധാനമാണ്. അപ്പോൾ ഞാൻ ഈ ദേശരാഷ്ട്രവുമായിട്ട് അല്ലെങ്കിൽ മുസ്ലിം സമൂഹം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സമൂഹം ഈ രാഷ്ട്രവുമായിട്ട് ഒരു സാമൂഹിക ഉടമ്പടിയിൽ ഏർപ്പെടുമ്പോൾ അവിടെ വളരെ പ്രധാനമായ ഒരു ഒരാവശ്യമാണ് എന്ത്? ഒന്ന്, മനുഷ്യൻ ഒരു രാഷ്ട്രവുമായ ഒരു സാമൂഹിക ഉടമ്പടിയിൽ ഏർപ്പെടുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അല്ലെങ്കിൽ ഡിമാൻഡുകളിലൊന്ന് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സുരക്ഷയാണ്. രണ്ടാമത്തേതാണ് മനുഷ്യൻ്റെ ജീവിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ ജീവിക്കാനുള്ള ഒരു കൾച്ചറൽ ബീയിങ്. മനുഷ്യൻ എന്ന് പറയുന്നത് ബയോളജിക്കലായ ഒരു ബീയിങ് മാത്രമല്ല, അതൊരു പൊളിറ്റിക്കൽ ബീയിങ് ആണ്, കൾച്ചറൽ ബീയിങ് ആണ്. അങ്ങനെ പലതരത്തിലുള്ള ആസ്പെക്ട്സ് മനുഷ്യനുണ്ട്. അപ്പം അത്തരം കൾച്ചറലും റിലീജിയസും എക്കണോമിക്കലും പൊളിറ്റിക്കലും ഒക്കെ ആയുള്ള ആസ്പെക്റ്റിനെ മുൻനിർത്തിക്കൊണ്ട് മുസ്ലിം സമൂഹം ഇന്ത്യൻ ദേശരാഷ്ട്രവുമായിട്ട് വലിയ കോൺട്രാക്റ്റുകൾ ഏർപ്പെട്ടിട്ടുണ്ട്. അത്തരം കോൺട്രാക്റ്റുകളുടെ ഭാഗമായിട്ടാണ് എന്ത് വരുന്നത്? ന്യൂനപക്ഷാവകാശങ്ങൾ വരുന്നത്, വഖഫ് വരുന്നത്, മനുഷ്യൻ്റെ മതസ്വാതന്ത്ര്യം വരുന്നത്, പ്രചരിപ്പിക്കാനുള്ള അവകാശം വരുന്നത്, അത് അനുഷ്ഠിക്കാനുള്ള അവകാശം. അതുപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ വഖഫും. കാരണം വഖഫ് എന്ന് പറയുന്നത് ഇസ്ലാമിക സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക സമൂഹത്തിൻ്റെ അടിത്തറയായി നിൽക്കുന്ന ഒരു സംവിധാനം കൂടിയാണ്. അപ്പോൾ ഇന്ത്യൻ ദേശരാഷ്ട്രവും വഖഫും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി രൂപപ്പെടുന്നത് ഇന്ത്യൻ മുസ്ലിങ്ങളും ദേശരാഷ്ട്രവും തമ്മിലുള്ള സാമൂഹിക ഉടമ്പടിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ബെനവലന്റ് ഡോക്യുമെൻ്റായി, വളരെ ഉദാരമായ ഒരു ഡോക്യുമെൻ്റായി നമ്മൾ കാണാനേ പാടില്ല. കോൺസ്റ്റിറ്റ്യൂഷനിൽ അത്തരം വകുപ്പുകൾ ഉണ്ടായിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിമേഴ്സ് ബെനവലൻ്റ് ആയതുകൊണ്ടല്ല, അവർ ഉദാരവാന്മാരായതുകൊണ്ടല്ല, മറിച്ച് ഇന്ത്യൻ ദേശരാഷ്ട്രവുമായി ഇന്ത്യൻ മുസ്ലിം സമൂഹം നടത്തിയ അനവധിയായ എൻഗേജ്മെൻറ്റുകളുടെ, അനവധിയായ ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് ഇന്ത്യ സംഭവിക്കുന്നത്. ന്യൂനപക്ഷാവകാശങ്ങൾ, വഖഫിന് വേണ്ടിയുള്ള സവിശേഷാവകാശങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, ഭരണഘടനയുടെ ഭാഗമാവുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഇത്തരം റിലീജിയസ് ആയിട്ടുള്ള ഡിനോമിനേഷൻസിന്, മതവിഭാഗങ്ങൾക്ക് സ്വന്തം നിലക്ക് സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള അവകാശം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 26 നിന്ന് രൂപപ്പെടുന്ന, അതിൽ നിന്നാണ് അത് സ്റ്റെം ചെയ്യുന്നത്. അത് പ്രകാരം എന്താണ്? എല്ലാ മതവിഭാഗങ്ങൾക്കും കൾച്ചറൽ വിഭാഗങ്ങൾക്കും സ്വന്തം നിലക്ക് സ്ഥാപന ജംഗമവസ്തുക്കൾ കൈവശം വെക്കാനുള്ള അവകാശമുണ്ട്, അത് നോക്കി നടത്താനുള്ള അവകാശമുണ്ട്, അത് കൈകാര്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇത്തരം അവകാശങ്ങളുണ്ട്. ഇത് മൈനോറിറ്റീസിന് മാത്രമേ ലിമിറ്റ് ചെയ്യപ്പെട്ടൊരു അവകാശമല്ല. ഇപ്പോൾ TMA പൈ ഫൗണ്ടേഷൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക എന്ന് പറയുന്ന ഒരു കേസിൽ 26ൻ്റെ ഒരു വിശദീകരണത്തിൽ പറയുന്നത് ഈ ഒരു അവകാശം, ആർട്ടിക്കിൾ 26ൻ്റെ ഈ ഒരു അവകാശം എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല ഭൂരിപക്ഷത്തിനും കൂടി ബാധകമാണെന്നാണ്. അതുകൊണ്ട് അത് സെക്കുലർ ആയിട്ടുള്ളൊരു ആർട്ടിക്കിളാണെന്ന്. അതിപ്പോൾ 2 ദിവസം മുമ്പ് നടന്ന ഇപ്പോൾ ഈ നമ്മൾ 2025 ഈ ഉമ്മീദ് ബിൽ, ഈ വഖഫ് ഭേദഗതി നിയമത്തിൻ്റെ ചർച്ചയിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സഞ്ജീവ് ഖന്നയും അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 26 ഇസ് എ സെക്കുലർ ആർട്ടിക്കിൾ എന്ന് പറയുന്നുണ്ട്, ഒരു സെക്കുലർ പ്രൊവിഷൻ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ബാധകമാണ്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ഇന്ത്യൻ അല്ലെങ്കിൽ വഖഫ് പോലുള്ള സംവിധാനങ്ങളും തമ്മിലുള്ള ബന്ധം ഇന്ത്യയിലും മുസ്ലിങ്ങളും ഇന്ത്യൻ ദേശരാഷ്ട്രവുമായി നടത്തിയ സോഷ്യൽ കോൺട്രാക്റ്റിൻ്റെ ഭാഗമാണ്. ഈ ഒരു തിയറിയെ പിന്നീട് കാര്യമായി എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഇന്ത്യൻ ലീഗൽ സ്കോളറാണ് ഉപേന്ദ്ര ബക്ഷി എന്ന് പറയുന്നത്. അദ്ദേഹം സോഷ്യൽ കോൺട്രാക്ട് തിയറി എന്നല്ല, അദ്ദേഹം ലീഗൽ ബോണ്ട് എന്ന് ആണ് ഈ സിദ്ധാന്തത്തെ വിളിക്കുന്നത്. ഒരു നിയമപരമായ ബാന്ധവം എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം കോൺട്രാക്റ്റുകളിലൂടെ ഇന്ത്യൻ മുസ്ലിങ്ങളും അല്ലെങ്കിൽ ഇന്ത്യയിലെ വിവിധ വിഭാഗങ്ങളും ദേശരാഷ്ട്രവും തമ്മിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്,
വഖഫ് അടക്കമുള്ള സംവിധാനങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രൊട്ടക്റ്റഡ് കാറ്റഗറിയിലേക്കകത്തേക്ക് വരുന്നത്. കാരണം ഇത്തരം സംവിധാനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അവകാശം കോൺസ്റ്റിറ്റ്യൂഷണലി എന്താണ്? ഒരു സംരക്ഷിത അവകാശമാണ്. ആ അവകാശം സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഈ ലീഗൽ ബോണ്ട് തിയറിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അത് ഒന്ന്. രണ്ടാമത് ഈ ഒരു ചോദ്യം, ഇപ്പം നിങ്ങൾ നേരത്തെ ചോദിച്ച പോലെ കോടതി എങ്ങനെയാണ് ഇതിൽ ഇടപെടുക എന്നുള്ളൊരു ചോദ്യം, അല്ലെങ്കിൽ സ്റ്റേറ്റ് എങ്ങനെയാണ് ഇതിൽ ഇടപെടുന്നത് എന്നുള്ളൊരു ചോദ്യം നമുക്ക് കൊളോണിയൽ കാലത്ത് തന്നെ അത്തരം ചോദ്യങ്ങൾ കാണാവുന്നതാണ്. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ കീഴടക്കിയ ആദ്യത്തെ മുസ്ലിം ഭരണ പ്രദേശമാണ്. അത് പ്ലാസി യുദ്ധാനന്തരമാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ പിടിമുറുക്കാൻ പറ്റുന്നതും അതിലൂടെയുള്ള ദിവാനി പദവിയിലൂടെയാണ് ശരിക്കും ഇന്ത്യയിൽ ലോ ആൻഡ് ഓർഡർ അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്യുന്നത്, ബ്രിട്ടീഷുകാർ ആരംഭിക്കുന്നത്. കരം പിരിക്കാനുള്ള അവകാശമൊക്കെ കൈവരുന്നൊക്കെ അങ്ങനെയാണ്. അപ്പോൾ തുടക്കത്തിൽ ശരിക്ക് അതുവരെ അവിടെ ഭരിച്ചിരുന്നത് ശരിക്ക് മുഗൾ അഡ്മിനിസ്ട്രേഷന് കീഴിലാണ്. അപ്പോൾ തുടക്കത്തിൽ മുഗൾ അഡ്മിനിസ്ട്രേഷൻ്റെ ലോ ആൻഡ് ഓർഡേഴ്സ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നിയമം തന്നെയാണ് പൊതു നിയമമായിട്ട് എന്ത് ചെയ്തിരുന്നത്. പ്രത്യേകിച്ച് ക്രിമിനൽ ലോയിലൊക്കെ പൊതു നിയമമായിട്ട് ഇന്ത്യയിൽ എന്ത് ചെയ്തിരുന്നത്, ബ്രിട്ടീഷുകാരും ഫോളോ ചെയ്ത്. അതിനു വേണ്ടിയിട്ട് മുഗൾ കാലഘട്ടത്തിൽ ട്രെയിൻ ചെയ്യപ്പെട്ട ഖാദിമാരെ നിയമിച്ചിരുന്നു. ഇപ്പോൾ ഹിന്ദു നിയമത്തിനാണെങ്കിൽ ബ്രാഹ്മിൻ പണ്ഡിറ്റ്സിനെ നിയമിച്ചിരുന്നു. അങ്ങനെ അത്തരത്തിലാണ് പേഴ്സണൽ ലോ എന്ത് ചെയ്യുന്നത്, അവർ ഓപ്പറേറ്റ് ചെയ്യുന്നതും. ക്രിമിനൽ നിയമങ്ങൾക്കായിട്ട് മുഗളന്മാരുടെ ക്രിമിനൽ ലോസ് തന്നെയാണ് ഇവിടെ അപ്ലിക്കബിൾ ആയിരുന്നത്. പിന്നീട് ഖാദിമാരുടെ ഇൻഫ്ലുവൻസ് കുറച്ച് വരിക എന്നുള്ളൊരു പശ്ചാത്തലത്തിലാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നുണ്ട്, സ്വന്തം നിലക്ക് അല്ലെങ്കിൽ ബ്രിട്ടീഷ് നിയമപ്രകാരം അല്ലെങ്കിൽ ബ്രിട്ടീഷ് സിസ്റ്റപ്രകാരം ട്രെയിൻ ചെയ്യപ്പെട്ട ബ്രിട്ടീഷ് ജുഡീഷ്യൽ ഓഫീസേഴ്സിനെ ഇന്ത്യയിൽ നിയമിക്കുന്നുണ്ട്. അപ്പോൾ ബ്രിട്ടീഷ് ഓഫീസേഴ്സിൻ്റെ ഒരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് അറബിയോ പേർഷ്യനോ അറിയില്ല. ഇസ്ലാമിക് ലീഗൽ ഫൗണ്ടേഷൻ്റെ മുഴുവൻ കാര്യങ്ങളും കിടക്കുന്നത് യഥാർത്ഥത്തിൽ ഇംഗ്ലീഷിലല്ല, അറബിയിലും പേർഷ്യനിലും ഒക്കെയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, പല ടെക്സ്റ്റുകളും അവർ പേർഷ്യനിൽ നിന്നും അറബിയിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഫത്വ അലംഗീരിയൊക്കെ യഥാർത്ഥത്തിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത്. പക്ഷെ അതിലൂടെ അവിടെ സംഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നം, ആയിരക്കണക്കിന് പുസ്തകങ്ങളായിട്ടും വലിയ വലിയ ഡിസ്കോഴ്സായിട്ടും നിലനിന്നിരുന്ന ഇസ്ലാമിക നിയമവ്യവഹാരത്തെ എന്ത് ചെയ്യുന്നുണ്ട്, കേവലമായൊരു 4-5 ടെക്സ്റ്റിലേക്ക് ഇത് ചുരുങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്കോപ്പ് വല്ലാതെ കുറയും. ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് അനവധിയായിട്ടുള്ള ചോദ്യങ്ങൾ പിന്നെയും വരുന്നുണ്ട്. അത് ഇപ്പോൾ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ശരിക്കും വഖഫുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡിബേറ്റുകളിലൊന്ന്, ഒരു വിവാദങ്ങളിലൊന്ന് വഖഫുൽ ഔലാദ് എന്ന് പറയുന്നൊരു ഡിബേറ്റാണ്. വഖഫുൽ ഔലാദ് എന്ന് പറഞ്ഞാൽ, വഖഫ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി 2 തരം. ഒന്ന് പബ്ലിക് വഖഫ്, പബ്ലിക്കിന് വേണ്ടി നമ്മൾ വഖഫ് ചെയ്യുന്നത്. മറ്റൊന്ന് വഖഫുൽ ഔലാദാണ്. അതായത് നമ്മുടെ അടുത്ത കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയോ അനന്തരാവകാശികൾക്ക് വേണ്ടിയോ നമ്മൾ ചെയ്യുന്ന വഖഫാണ് വഖഫുൽ ഔലാദ്. അപ്പോൾ വഖഫിൻ്റെ ഒരു ബേസിക് വഖഫിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വഖഫിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് നിയമപ്രകാരമുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ബ്രിട്ടീഷ് നിയമം അടിസ്ഥാനപരമായിട്ട് തന്നെ ക്യാപിറ്റലിസത്തിൽ അടിസ്ഥാനമായിരിക്കുന്ന ഒരു എക്കോണമിക് വ്യവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ എക്കോണമി നിയമം തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഒരിക്കലും അന്യാധീനപ്പെടാത്ത സ്വത്ത് എന്നുള്ളത് ഇപ്പോൾ വഖഫിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ, വഖഫിൻ്റെ നല്ല എല്ലാ ചാരിറ്റബിൾ എൻഡോമെൻസിൻ്റെയും ഒരു പ്രധാന സംഗതി എന്ന് പറയുന്നത്, ഒരു പ്രധാന പ്രൊവിഷൻ എന്ന് പറയുന്നത് ഒരിക്കലും അന്യാധീനപ്പെടാത്ത സ്വത്തുക്കൾ എന്നാണ്. പക്ഷേ ഈ ഒരിക്കലും അന്യാധീനപ്പെടാത്ത സ്വത്തുക്കൾ എന്ന് പറയുന്നത് ക്യാപിറ്റലിസത്തിൻ്റെ ദ റൂൾ അഗെയിൻസ്റ്റ് പെർപ്പച്വിറ്റി എന്ന് പറയുന്നൊരു നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ ലംഘനമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബ്രിട്ടീഷുകാർ കാണുന്നത്. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ, ബ്രിട്ടീഷ് സംവിധാനം എന്ത് ചെയ്യുന്നുണ്ട്, വഖഫുൽ ഔലാദ് ഇസ്ലാമിക നിയമപ്രകാരം അസാധുവാണെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് ബ്രിട്ടീഷ് കോടതികൾ. അതിനെതിരെ വലിയ സമരം നടക്കുകയും അത് പിന്നീട് പ്രിവി കൗൺസിലിൽ എത്തുകയും ചെയ്യുന്നുണ്ട്. പ്രിവി കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മൾ ഏറ്റവും ഉന്നത കോടതി, അപ്പെക്സ് കോർട്ട് എന്ന് പറയുന്നത് സുപ്രീം കോർട്ടാണ്. നമുക്ക് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ അത് പ്രിവി കൗൺസിലാണ്. ഇപ്പോൾ സുപ്രീം കോടതി ആണെങ്കിൽ ഡൽഹിയിലാണ്, പ്രിവി കൗൺസിൽ ലണ്ടനിലാണ്. ഈ കേസ് അപ്പീലായിട്ട് പ്രിവി കൗൺസിലിൽ എത്തുകയും പ്രിവി കൗൺസിലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ വാദത്തെ ശരിവെക്കുന്നുണ്ട്. എന്താണ്, വഖഫുൽ ഔലാദ് എന്തല്ല, ഇസ്ലാമിക നിയമത്തിൻ്റെ ഭാഗമല്ല. ഖാദിമാരല്ല, ബ്രിട്ടീഷ് ജഡ്ജിമാർ. അതിനെതിരെ വലിയ സമരം നടക്കുകയും ഇവിടെ അതിനെതിരെ ഒരു ബില്ല്, മുഹമ്മദ് അലി ജിന്ന ഒരു ബില്ല് കൊണ്ടുവരികയും അങ്ങനെ ആ നിയമം അസാധുവാക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ പ്രിവി കൗൺസിലിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി അതിൻ്റെ ഒരു വിധി ഒരു നിയമനിർമ്മാണത്തിലൂടെ ഓവർകം ചെയ്യുന്ന നടാടെയുള്ള ആദ്യാനുഭവമാണ് ശരിക്കും ആ ബില്ല്. അപ്പോൾ അവിടെയൊക്കെ ഉയർന്നു വരുന്ന, പിന്നീട് നമ്മൾ വന്ന ഷബാനു കേസ്, അതൊക്കെ വളരെ പ്രധാനമാണ്. അവിടെയൊക്കെ ഉയർത്തപ്പെടുന്ന ഒരു ചോദ്യം, ഒരു റിലീജിയസ് മാറ്ററിൽ വിധി പറയാൻ ഒരു സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആരാണെന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ വഖഫിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞാൽ ബൈ ദ വെരി ഡെഫിനേഷൻ ഇറ്റ് സെൽഫ് അതെന്താണ്, ഒരു റിലീജിയസ് പ്ലേസ് ആണ്, അതൊരു സെക്കുലർ പ്ലേസ് അല്ല. അതുകൊണ്ട് തന്നെ ഒരു സെക്കുലർ ലോജിക്ക് നിങ്ങൾക്കൊരു തിയോളജിക്കൽ സ്പേസിലേക്ക് അല്ലെങ്കിൽ ഒരു തിയോളജിക്കൽ പ്രോപ്പർട്ടിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യൻ പണ്ട് മുതലേ ഉണ്ട്.
അപ്പോൾ അത് യഥാർത്ഥത്തിൽ ദേശരാഷ്ട്രം എല്ലാ മതങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാ മതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചോദ്യമുണ്ട്. കാരണം ഒരു ദേശരാഷ്ട്രം സെക്കുലർ ആണെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് റിലീജിയസ് മാറ്ററിൽ ഒരു അന്തിമ വിധി പറയാം? റിലീജിയസ് മാറ്ററിൽ വിധി പറയാൻ അതിൻ്റേതായ സംവിധാനങ്ങളുണ്ടല്ലോ, അതിൻ്റേതായ ലീഗൽ ട്രഡീഷൻസ് ഉണ്ട്. പക്ഷെ അതെങ്ങനെയാണ് ഒരു സെക്കുലർ കോർട്ട് പറയാം? അപ്പോൾ ഈ ഒരു ചോദ്യം ശരിക്ക് ഇന്നും ഇന്നലെയും തുടങ്ങുന്നതല്ല. ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം എന്ന് വെച്ചാൽ അത് കൊളോണിയൽ കാലം മുതലേ ആരംഭിക്കുന്ന ഒരു ചോദ്യമാണ്. അല്ലെങ്കിൽ എന്താണ്, ആധുനികതയുടെ ഘട്ടം മുതൽ തന്നെ ആ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് പലതരത്തിലുള്ള റിപ്പർക്കഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് മുന്നോട്ട് പോന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റ് വ്യാപകമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. ശരിക്കും കോടതിക്ക് ഇടപെടാനുള്ള അവകാശത്തിന് പുറമേക്ക് ചോദിക്കാവുന്ന ഈ പാർലമെന്റിന് എന്താണ് കാര്യം? കാരണം ഇപ്പോൾ ഒരു എഫക്റ്റീവ്നെസ്സിന്റെ ഭാഗമായിട്ടാണ് എങ്കിൽ എഫക്റ്റീവ്നെസ്സിന് അതിൻ്റെതായ പ്രശ്നമുണ്ട്. ഇപ്പോൾ പണ്ടൊരിക്കൽ ഇമാംബാര എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. അതെന്താ വെച്ചാൽ കർബലയുടെ അനുസ്മരണത്തിന് വേണ്ടിയുള്ളൊരു സ്പേസ് ആണത്. അപ്പോൾ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ, അത് ഇന്ത്യയിലല്ല, പുറത്താണ്. അപ്പോൾ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ കാളിമാർക്ക്, മുത്തവല്ലിമാർക്ക്, അതായത് വഖഫ് ഹാൻഡിൽ ചെയ്യുന്ന, കൈകാര്യം ചെയ്യുന്ന ആളുകളെ നമ്മൾ മുത്തവല്ലി എന്ന് പറയും. മുത്തവല്ലിമാർക്കും ഇതിനെ നിയമത്തിന്റെ പരമായി ഇതിനെ കൈകാര്യം ചെയ്യുന്ന കാളിമാർക്കും വേണ്ടത്ര എഫിഷ്യൻസി ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇമാംബാർ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷുകാരെ ഏറ്റെടുക്കുന്നുണ്ട്. പിന്നീട് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇമാംബാർ എന്തായി മാറുന്നു, ബ്രിട്ടീഷ് സിവിൽ സർവൻസിന്റെ ട്രെയിനിങ് ഗ്രൗണ്ട് ആയിട്ട് മാറാണ്. എഫക്റ്റീവ്നെസ്സിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഫണ്ടമെന്റൽ പ്രശ്നം അവിടെ വെക്കുന്നുണ്ട്. എങ്ങനെയാണ് എന്ത് ചെയ്യാം, ഒരു 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 സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇപ്പോൾ പാർലമെന്റ് എന്ന് പറയുന്ന ഒരു സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. എങ്ങനെയാണ് ഒരു സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു റിലീജിയസ് പ്ലേസിനെ സംബന്ധിച്ചുള്ള നിയമനിർമ്മാണങ്ങൾ പറ്റുക? അപ്പോൾ ഈ നിയമത്തിൽ തന്നെ പറയുകയാണെങ്കിൽ ഇത് രജിസ്റ്റർ ചെയ്യണം. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ഇതിൻ്റെ എഫക്റ്റീവ്നെസ്സിൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ ഇപ്പോൾ മുസ്ലിങ്ങൾ ആവശ്യപ്പെടുകയോ ഒക്കെ ചെയ്താൽ അത് സാധ്യമാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് കടന്നിട്ട് ഈ ബില്ലിൽ വേറെയും പ്രൊവിഷൻസ് ഉണ്ട്, വളരെ തിയോളജിക്കൽ ആയിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അതെങ്ങനെ സാധ്യമാവും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ശരിക്കും അതൊരു മോഡേണിറ്റിയുടെ ഒരു 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 അധിനിവേശം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു വകുപ്പാണ് ശരിക്കും. ഇപ്പോൾ കാൾ സ്മിത്ത് എന്ന് പറയുന്ന ഒരു ഒരു പൊളിറ്റിക്കൽ തിയോളജിസ്റ്റ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ പ്രീ മോഡേൺ കാലഘട്ടത്തിൽ നിന്ന് ആധുനികതയിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത് മതേതരവൽകൃത ദൈവശാസ്ത്രമാണ് പിന്നെ സംഭവിക്കുന്നതെന്നാണ്. അപ്പോൾ ശരിക്കും മോഡേണിറ്റിയിൽ സംഭവിക്കുന്ന ഒരു കാര്യം, റിലീജിയസ് അതോറിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരമാധികാരം എന്ന് പറയുന്നത് ദേശരാഷ്ട്രം കവർന്നെടുക്കലാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മനുഷ്യരുടെ ദൈവമായി തീരാനുള്ള ദേശരാഷ്ട്രത്തിൻ്റെ അഭിലാഷമാണ് ശരിക്കും ഇത്തരം നിയമനിർമ്മാണത്തിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനും മുസ്ലിങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്ന ഒരു സോഷ്യൽ കോൺട്രാക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം കൊള്ളുന്നതാണ്. അതെന്തല്ല, അബ്സല്യൂട്ട് അല്ല, അല്ലെങ്കിൽ ഉപാധിരഹിതമായ ഒരു സബ്മിഷനോ അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റോ അല്ല ഒരു സമൂഹവും ദേശരാഷ്ട്രവും തമ്മിലുള്ളത്. അത് വളരെ ലിമിറ്റഡായ കണ്ടീഷണൽ ആണ്. വഖഫിൻ്റെ കാര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് അൺകണ്ടീഷണൽ ആണെന്ന്. പക്ഷേ ഒരു സ്റ്റേറ്റും ഒരു ജനതയും തമ്മിലുള്ള ഉടമ്പടി എന്ന് പറയുന്നത് എന്തല്ല, അബ്സല്യൂട്ട് അല്ല. അത് നിയമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും ഉപാധികൾക്കും മാനദണ്ഡങ്ങൾക്കും ഒക്കെ വിധേയമായൊരു സംവിധാനമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു റിലീജിയസ് അവിടെ അതിൽപ്പെട്ടതെന്നാണ് എന്ത്, മതപരമായിട്ടുള്ള ഒട്ടോണമി എന്ന് പറയുന്നത്. അത് ശരിക്കും ഫ്രീഡം അല്ല, അത് സ്വാതന്ത്ര്യമല്ല, അത് കേവലമായിട്ട് അതൊരു സ്വയംഭരണാവകാശം എന്നൊക്കെ, ലിമിറ്റഡ് ആണെങ്കിൽ കൂടിയുള്ള സ്വയംഭരണാവകാശമാണ്, ഓട്ടോണമിയാണ്. ആ ഓട്ടോണമിയിലേക്കുള്ള ഒരു തരം അധിനിവേശമാണ് ശരിക്കും സ്റ്റേറ്റ് എപ്പോഴും. അത് ഈ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, പല വിഭാഗങ്ങളുടെ കാര്യത്തിലും സ്റ്റേറ്റ് അത് ശ്രമിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് അതിൽ വലിയ തോതിൽ സക്സസ്ഫുള്ളും ആയിട്ടുണ്ട്, അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊരു അധിനിവേശമായിട്ട് കൂടി വേണം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം ആ ഒരു സോഷ്യൽ കോൺട്രാക്റ്റിലെ ലംഘനം കൂടിയാണ് ഈ ഒരു പാർലമെന്റും കോടതികളും അല്ലെങ്കിൽ മറ്റു പല സംവിധാനങ്ങളും നടത്തുന്ന ഈ നിയമനിർമ്മാണങ്ങൾ എന്ന് പറയുന്നത്. അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഇവിടെ ഈ വഖഫ് ഭേദഗതി നിയമം വന്നതോട് കൂടിയിട്ട് മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിശ്ചിതമായ വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരെല്ലാം തന്നെ വിമർശിച്ച് പല ഹർജികൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു. എന്താണ് വഖഫ് ഭേദഗതി നിയമത്തിലെ പ്രശ്നങ്ങൾ? എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ വിഷയമായിട്ട് വരുന്നത്? പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ മൈനോറിറ്റി ആയതുകൊണ്ട് തന്നെ അവരുടെ അവകാശ നിഷേധങ്ങൾ ഇതിലെവിടെയൊക്കെയാണ് കടന്നു വരുന്നത്? അതൊരു 2-3 തരത്തിൽ ഈ നിയമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോബ്ലമാറ്റിക്കുമാണ്. പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില ആസ്പെക്ട്സ് ഈ നിയമനിർമ്മാണത്തിനുണ്ട്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മുസ്ലിം സമൂഹവും ദേശരാഷ്ട്രവും തമ്മിലുള്ള ഉടമ്പടിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് വഖഫ് അടക്കമുള്ള അല്ലെങ്കിൽ മറ്റ് പലതരത്തിലുള്ള ന്യൂനപക്ഷവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിലെ എല്ലാ വിഭാഗങ്ങൾക്കും കിട്ടുന്നത്. അത് ഓരോ വിഭാഗങ്ങളും അവരുടേതായ രീതിയിൽ സ്റ്റേറ്റിനോട് എൻഗേജ് ചെയ്തിട്ട് ഉണ്ടായ ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ അതൊരു ബെലവനൻ്റായ ഒരു ജസ്റ്ററായിട്ട് നമ്മൾ കാണേണ്ടതില്ല. അതാണ്. രണ്ടാമത്, വഖഫുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുസ്ലിങ്ങൾ പ്രതിഷേധിക്കുന്നതിന്
അനവധിയായ കാരണമുണ്ട്. അതിലൊന്നാമത്തേത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ഈ സോഷ്യൽ കോൺട്രാക്റ്റിൻ്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് ഒന്ന് സെക്യൂരിറ്റിയാണ്, മറ്റൊന്ന് അവരുടെ സാംസ്കാരികവും സാമ്പത്തികവും രാഷ്ട്രീയവും വിദ്യാഭ്യാസപരവും അങ്ങനെ പലതരത്തിലുള്ള ജീവിതം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിനാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ് സംരക്ഷണം നൽകുന്നത്. അപ്പോൾ ശരിക്കും ഇന്ത്യൻ മുസ്ലിങ്ങളും ഇന്ത്യൻ ദേശരാഷ്ട്രവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം എന്താണെന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എങ്ങനെ ഒരു രാഷ്ട്രം രൂപപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തിയറിയാണ് സോഷ്യൽ കോൺട്രാക്ട് തിയറി. ഇതല്ലാത്തൊരു തിയറി കൂടിയുണ്ട്, ശരിക്കും കോയർഷൻ തിയറി എന്നാണ് ശരിക്കും അതിനെ പറയാം. ഞാൻ കുറച്ചും കൂടി അതിനെ സോഷ്യൽ കോൺട്രാക്ട് വളരെ പ്രധാനമാകുമ്പോൾ തന്നെ ഞാൻ കുറച്ചും കൂടി ആ ബലാത്കാര സിദ്ധാന്തത്തെ അല്ലെങ്കിൽ അങ്ങനെ അതാണ് ഇന്ത്യൻ മുസ്ലിങ്ങളും ദേശരാഷ്ട്രവും തമ്മിലുള്ള ബന്ധമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാരണം ഒരു രാഷ്ട്രത്തിലേക്ക് ഒരു ജനതയെ ഇംബൈബ് ചെയ്യുന്നത്, ഉൾച്ചേർക്കുന്നത് ബലത്തിലൂടെയാണെന്നാണ്. ഫോർ എക്സാമ്പിൾ അതിന് ഒരുപാട് എക്സാമ്പിൾ നിങ്ങൾക്ക് കാണാം. ഫോർ എക്സാമ്പിൾ ഹൈദരാബാദ് എങ്ങനെയാണ് ഇന്ത്യൻ ദേശരാഷ്ട്രത്തിൻ്റെ ഭാഗമാകുന്നത്? ഓപ്പറേഷൻ പോളോ എന്ന് പറയുന്ന ഒരു പോലീസ് ഓപ്പറേഷനിലൂടെയാണ്. ഇപ്പോൾ സർക്കാരിൻ്റെ സുന്ദർലാൽ കമ്മിറ്റി റിപ്പോർട്ട് 2013 മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ആ കമ്മിറ്റി റിപ്പോർട്ട് നമുക്ക് മുന്നിലെത്തുന്നത്. പക്ഷേ ആ കമ്മിറ്റിയെ സ്ഥാപിക്കുന്നത് നെഹ്റുവിൻ്റെ കാലത്താണ്. അതിൽ പറയുന്നത് പ്രകാരം 20,000 to 40,000 സിവിലിയൻസ് കൊല്ലപ്പെട്ടു എന്നാണ്. അതല്ലാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അന്വേഷിച്ച ആളുകൾ പലതും പറയുന്നത് 2 ലക്ഷം അധികം ആളുകൾ സിവിലിയൻസ് കൊല്ലപ്പെട്ടു എന്നാണ്. അപ്പോൾ ശരിക്ക് ഇന്ത്യൻ ഹൈദരാബാദ് എന്ന് പറയുന്ന ഒരു പ്രിൻസ്ലി സ്റ്റേറ്റിനെ ഇന്ത്യയോട് ലയിപ്പിക്കുന്നത് എങ്ങനെയാണ്? കേവലമായി സോഷ്യൽ കോൺട്രാക്റ്റിലൂടെയല്ല, ബലാത്കാരത്തിലൂടെയാണ്, വംശഹത്യയിലൂടെയാണ്. അപ്പോൾ ഇന്ത്യൻ മുസ്ലിങ്ങളും ഇന്ത്യൻ ദേശരാഷ്ട്രവും തമ്മിലുള്ള ബന്ധത്തെ നമുക്ക് സോഷ്യൽ കോൺട്രാക്റ്റിൻ്റെ മാത്രം ബലത്തിൽ മനസ്സിലാക്കാൻ പറ്റില്ല. അതിന് ബലാത്കാര സിദ്ധാന്തം കൂടി അവിടെ വളരെ ആപ്റ്റാണ്. അപ്പം മുസ്ലിങ്ങളുടെ ഒരു അനുഭവം തന്നെ എന്താണ് ദേശരാഷ്ട്രവുമായിട്ടുള്ളത്? ഞാൻ അടിസ്ഥാനപരമായിട്ട് കരുതുന്നത് ഇന്ത്യൻ ദേശരാഷ്ട്രവും ഇന്ത്യൻ മുസ്ലിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു വൈകാരിക അല്ലെങ്കിൽ വൈചാരിക അടിസ്ഥാനം പെസിമിസമാണെന്നാണ്, അതായത് അശുഭാപ്തി വിശ്വാസം. കാരണം ഇന്ത്യൻ ദേശരാഷ്ട്രത്തോട് ഒരു പ്രതീക്ഷാനിർഭരമായ ഒരു അപ്രോച്ച് സ്വീകരിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള മുന്നനുഭവങ്ങൾ മുസ്ലിങ്ങൾക്കുണ്ടോ? മുസ്ലിങ്ങൾ എല്ലാ കാലത്തും ഇന്ത്യയിൽ വംശഹത്യക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്നവരാണ്. വലിയ രീതിയിൽ അവരുടെ അവകാശങ്ങൾ കവർന്നെടുക്കപ്പെടുന്ന അനവധിയായ സന്ദർഭങ്ങൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ബാബരി മസ്ജിദിൽ രാമവിഗ്രഹം കൊണ്ടുവെക്കുന്ന ആരുടെ കാലത്താണ്? നെഹ്റുവിൻ്റെ കാലത്താണ്. അന്ന് മുതലേ അതങ്ങ് ആരംഭിക്കുന്നുണ്ട്. ശേഷം ഇന്ദിരാഗാന്ധിയുടെ കാലത്തുണ്ടായിട്ടുണ്ട്, രാജീവ് ഗാന്ധിയുടെ കാലത്തുണ്ടായിട്ടുണ്ട്. ഏത് ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ശരിക്കും മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒരു സംരക്ഷിത സ്ഥാനം ഉണ്ടായിരുന്നത്? ഞാൻ പറയുന്നത് നരേന്ദ്രമോദി ഗവൺമെൻറ്റും അവരും ഒരുപോലെയാണെന്നല്ല. അതിൻ്റെ ഒരു ആഘാതത്തിൽ വ്യത്യാസമുണ്ട്, അതിൻ്റെ ഒരു ഓപ്പറേഷണൽ സ്വഭാവത്തിൽ വ്യത്യാസങ്ങളുണ്ട്, പാറ്റേണിൽ വ്യത്യാസമുണ്ട്. എങ്കിൽ പോലും മുസ്ലിങ്ങൾ ഒരു പ്രൊട്ടക്റ്റഡ് കാറ്റഗറി ആണെന്ന് അവർക്ക് പൂർണ്ണമായി വിശ്വസിക്കാനുള്ള അടിസ്ഥാനങ്ങൾ എന്തുണ്ടായിട്ടില്ല, ഇന്ത്യയിലുണ്ടായിട്ടില്ല. അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ദലിതുകൾക്ക് ആ അർത്ഥത്തിൽ അതുണ്ടായിട്ടില്ല, പട്ടികജാതി വിഭാഗങ്ങൾക്ക് ഉണ്ടായിട്ടില്ല, സിഖുകാർക്ക് ഉണ്ടായിട്ടില്ല, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അത് ഉണ്ടായിട്ടേ ഇല്ല. അപ്പോൾ അവിടെ വരുന്നൊരു സംഭവം എന്ന് വെച്ചാൽ മുസ്ലിങ്ങളും ഇന്ത്യൻ ദേശരാഷ്ട്രവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനം പെസിമിസമാണ്, അശുഭാപ്തി വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ദേശരാഷ്ട്രം കൊണ്ടുവരുന്ന നിയമത്തെ വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണാനുള്ള മുസ്ലിങ്ങളുടെ ചരിത്രപരമായ അവകാശം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. കാരണം നേരെ തിരിച്ചുള്ള അനുഭവങ്ങൾ ധാരാളമുണ്ട്. അത് NDA ഗവൺമെൻറ്റിലേക്ക് എത്തുമ്പോൾ അത് വളരെ ഉറപ്പിക്കപ്പെടുകയാണ്. കാരണം വംശഹത്യ എന്ന് പറയുന്നത് ഒരു പ്രഖ്യാപിത നിലപാടായി. മുസ്ലിങ്ങൾ ആഭ്യന്തര ശത്രുക്കളാണെന്ന് അവരുടെ വേദഗ്രന്ഥം എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുള്ള അത്തരം ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ വംശഹത്യയുടേതായ അനുഭവങ്ങൾ, മോബ് ലിഞ്ചിങ്ങിൻ്റെതായ അനുഭവങ്ങൾ, പൗരത്വ ഭേദഗതി നിയമം പോലുള്ള നിയമങ്ങളുടേതായ അകമ്പടികൾ. അതുകൊണ്ട് തന്നെ NDA ഗവൺമെൻറ് കൊണ്ടുവരുന്ന നിയമത്തോടുള്ള മുസ്ലിങ്ങളുടെ അപ്രോച്ച് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? പെസിമിസ്റ്റിക് ആണ്, അങ്ങേയറ്റം അശുഭാപ്തി വിശ്വാസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അശുഭാപ്തി വിശ്വാസത്തോടെ ആ നിയമത്തെ നോക്കിക്കാണാൻ മാത്രമേ മുസ്ലിം സംഘടനകൾക്ക് എന്ത് പറ്റുള്ളൂ? ചരിത്രപരമായ കാരണങ്ങളാൽ, ചരിത്രപരമായ അനുഭവങ്ങളെ മുൻനിർത്തി സാധിക്കുള്ളൂ. ഒരു പ്രതീക്ഷാനിർഭരതയോടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ നിയമത്തെ നോക്കിക്കാണാനുള്ള ചരിത്രപരമായ അവകാശം മുസ്ലിങ്ങൾക്കില്ല, ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരതിന് ഒരു അപകടമാണ് അടിസ്ഥാനപരമായിട്ട് തന്നെ കാണുന്നത്. അത് ഇനി ഈ നിയമത്തിലെ വകുപ്പുകളിലേക്ക് വന്നാൽ അത് വലിയ തോതിൽ കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആരാണ് വഖഫ് ചെയ്യാൻ ഉള്ള അവകാശം ആർക്കാണെന്നുള്ള ചോദ്യമുണ്ട്. അതിൽ ഈ നിയമത്തിൽ പറയുന്നത് 5 വർഷം ആയിട്ട് മുസ്ലിമായി പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ 5 വർഷമായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യാണോ അല്ലയോ എന്ന് ഞാൻ എങ്ങനെ അറിയാം? അല്ലെങ്കിൽ സ്റ്റേറ്റ് എങ്ങനെ അറിയാൻ പറ്റും? ഇപ്പം നിങ്ങൾ 5 നേരം നമസ്കരിക്കുന്നുണ്ടോ, നിങ്ങൾ റമദാൻ മാസത്തിൽ നോമ്പെടുക്കുന്നുണ്ടോ, ഫർളുകൾ തന്നെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നൊരു സ്റ്റേറ്റിന് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുക? സർവൈലൻസിലൂടെയാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലാണോ? അപ്പോൾ ഒരാൾ വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം ഇസ്ലാമിക നിയമപ്രകാരം ഒരേ ഒരാൾക്കേ ഉള്ളൂ, അത് പടച്ചോനാണ്.
ഭൂമിയിൽ ആർക്കും ആ അവകാശമില്ല. ഒരാൾ റിലീജിയസ് ആണെന്ന് അയാൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനെ മുഖവിലക്കെടുക്കാതിരിക്കാനുള്ള അവകാശം ഉം, ഭൂമിയിൽ ഒരാൾക്കും ഇല്ല. പക്ഷെ സ്റ്റേറ്റ് പറയുന്നു, ഒരു ഇന്ത്യൻ ദേശരാഷ്ട്രം പറയുകയാണെങ്കിൽ പാർലമെന്റ് പറയുകയാണ്, ആരാണ് മുസ്ലിം, ആരാണ് മുസ്ലിമായി ക്വാളിഫൈ ചെയ്യാൻ അർഹതയുള്ളത് എന്ന് ആര് തീരുമാനിക്കുന്നു? സ്റ്റേറ്റ് ചെയ്യുന്നു. ശരിക്കും ആർക്കാണ് അവകാശമുള്ളത്? ദൈവത്തിനാണ്. അപ്പൊ ദൈവത്തിന്റെ അവകാശം എന്ത് ചെയ്യാണ്? അത് സ്റ്റേറ്റിലേക്ക് അത് എന്ത് ചെയ്യാണ്? കൺവേർട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കുകയാണ്. അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ സ്റ്റേറ്റ് എന്ത് ചെയ്യാണ്? ദൈവത്തിൽ നിന്ന് അത് പിടിച്ചു വാങ്ങാനുള്ള ശ്രമിക്കുകയാണ്. അപ്പൊ ശരിക്കും ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അടിസ്ഥാനപരമായിട്ട് ഈ നിയമം എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ദൈവമായി തീരാനുള്ള ഒരു ടെൻഡൻസി എന്ത് ചെയ്യുന്നുണ്ട്? ഈ നിയമം അടിസ്ഥാനപരമായി കാണിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അത് കുറേയും കൂടിയും ഒരു അബ്സേർഡ് ആയിട്ടുള്ള നിയമം നിർമ്മാണം കൂടിയാണ് ശരിക്കത്. ഒരുപക്ഷെ സിവിൽ ലോയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിയമത്തിലോ കേട്ടുകേൾവിയില്ലാത്ത വകുപ്പുകൾ ഇതിനകത്തുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇതിനകത്തൊരു വകുപ്പുണ്ട്, എന്താണ്, ഈ ഇതിൽ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 2A മറ്റോ അങ്ങനെ ഒരു നിയമമുണ്ട് ഇതിനകത്ത്. അപ്പോൾ അതിൽ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് ഈവൻ എ ജഡ്ജ്മെന്റ് ഓഫ് എ കോർട്ട് എന്നാണ്. ഡിഗ്രി, ജഡ്ജ്മെന്റ് ഒന്നും, അതായത് ഒരു കോടതി വിധി എന്തല്ല ഈ നിയമത്തിലെ ചില ഇതിന് ബാധകമല്ല എന്ന്. അപ്പോൾ ശരിക്കും ഇന്നലെ അല്ല 2 ദിവസം മുമ്പ് നടന്ന സുപ്രീം കോടതിയുടെ വാദം ഈ ഒരു കേസുമായിട്ട്, ഈ അമെൻമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ കേസുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ ചീഫ് ജസ്റ്റിസ് സോളിസിറ്റർ ജനറലിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്? എങ്ങനെയാണ് നിങ്ങൾക്കൊരു കോടതിയുടെ വിധി അപ്ലിക്കബിൾ അല്ല എന്ന് എഴുതി വെക്കാൻ പറ്റും നിയമത്തിൽ? അപ്പോൾ അതിലും അദ്ദേഹത്തിൻ്റെ ഉത്തരവും വളരെ രസകരമാണ്. ഇത് വളരെ കണ്ടൻഷ്യസ് ആയ ഒരു വകുപ്പാണ്, ഞാൻ അതിലേക്ക് വരാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത വാക്ക്, അല്ലെങ്കിൽ വേണ്ട നമുക്കിപ്പോൾ അതിലേക്ക് കടക്കണ്ടെന്നാണ്. പക്ഷേ ചീഫ് ജസ്റ്റിസ് അത് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നിങ്ങൾക്കൊരു കോടതി വിധി ബാധകമല്ല എന്ന് പറയാൻ പറ്റുക? കാരണം കോടതിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ വകുപ്പ് മാത്രമല്ല, ഈ നിയമം, ഈ ഭേദഗതി മൊത്തത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? റദ്ദ് ചെയ്യാൻ പറ്റും. കോടതി ഇടപെട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു അരാജകത്വത്തിലേക്കല്ല നയിക്കുന്നത്. അതെ. പക്ഷെ കോടതി ഇടപെട്ടിട്ടുണ്ട്. ഇപ്പം ഇന്നലത്തെ കുറച്ച്, ഞാനത് വലിയ പ്രതീക്ഷാ നിർഭരതയോടെ പറയല്ല, ഞാൻ ഒട്ടും ഒപ്റ്റിമിസ്റ്റിക് ആയ ഒരാളല്ല ഇന്ത്യൻ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യത്തിലും. പക്ഷേ ഇന്നലത്തെ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് എന്താണ്, അപ് ടു ദ മാർക്കാണെന്ന് ഞാൻ വേണം പറയാം. ഇത് വിധിയെ സ്വാധീനിക്കുമെന്ന് ഞാൻ പറയല്ല. ഒരുപക്ഷെ വളരെ പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള വളരെ സൂക്ഷ്മമായ ചോദ്യങ്ങൾ ചോദിച്ച കോടതിയിൽ നിന്ന് പിന്നീട് വിധികൾ വരുമ്പോൾ അതുമായി ഒരു ബന്ധവുമില്ലാത്ത വിധികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്നലെ ഈ ഒരു വിഷയത്തിൽ അവസാനം സോളിസിറ്റർ ജനറൽ പറയുന്നത്, ഇങ്ങനൊരു വകുപ്പ് എങ്ങനെ വന്നു, ഇങ്ങനൊരു വേർഡിങ് എങ്ങനെ വന്നു എന്നെനിക്കറിയില്ലെന്നാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും ഉന്നതനായ ലീഗൽ ഓഫീസറാണ് ശരിക്കും സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ സെക്കൻഡ് മോസ്റ്റ് പവർഫുൾ ലോ ഓഫീസറാണ് അദ്ദേഹം. അറ്റോർണി ജനറൽ കഴിഞ്ഞാൽ പിന്നീട് സോളിസിറ്റർ ജനറലാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനൊരു വേർഡിങ് എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല എന്നാണ്. പിന്നീട് പറയുന്നത്, പിന്നീടാണ് അത് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്നത്. വഖഫ് ബൈ യൂസറിലേക്ക് ആ ചോദ്യം പോകുന്നുണ്ട്. ഈ ഒരു നിയമത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം കിടക്കുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഒന്ന് ദൈവമായി തീരാനുള്ള ദേശരാഷ്ട്രത്തിൻ്റെ അഭിലാഷം ഒരു പ്രശ്നമാണ്. ആർക്കാണ് ഒരു വഖഫ് ചെയ്യാൻ, ഏത് മുസ്ലിമിനാണ്, അല്ലെങ്കിൽ ആരാണ് മുസ്ലിം, ആർക്കാണ് വഖഫ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളൊരു ചോദ്യത്തിന് ഒരു ദേശരാഷ്ട്രം ഉത്തരം പറയുന്നു. 5 വർഷം എന്ന് പറയുന്ന ഒരു പരിധി വെക്കുന്നു. അതൊരു പ്രശ്നമാണ്. രണ്ടാമത്, ഞാൻ ഈ പറഞ്ഞതുപോലെ കോടതി വിധികൾ പോലും ബാധകമാവാത്തൊരവസ്ഥയിലേക്ക് എന്ത് ചെയ്യാണ്, ഈ ഒരു അമെൻമെന്റിന്, ഈ ഒരു ഭേദഗതി എന്ത് ചെയ്യാണ്, സർക്കാർ എടുക്കുകയാണ്. കാരണം ആ ഭേദഗതിയിൽ പറയുന്നത് തന്നെ, മുസ്ലിങ്ങൾ വഖഫിന് സമാനമായ, എന്നാൽ ട്രസ്റ്റിനോ മറ്റ് സംവിധാനങ്ങൾക്ക് കീഴിലോ രജിസ്റ്റർ ചെയ്ത പ്രോപ്പർട്ടീസിലേക്ക് എന്തല്ല, ഈ പറയുന്ന അമെൻമെന്റ് ഒരു കോടതി വിധി ഉണ്ടായാൽ പോലും ബാധകമല്ല, നിലവിലുള്ള കോടതി വിധികളും ബാധകമല്ലെന്നാണ്. അപ്പോൾ സുപ്രീം കോടതിയെ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണത് നിങ്ങൾക്ക് ഒരു കോടതി വിധി അസാധുവാണെന്ന് പറയാൻ പറ്റും? ഒരു നിയമനിർമ്മാണത്തിലൂടെ ഒരു കോടതി വിധി അസാധുവാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? കാരണം കോടതിയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത്, പ്രൊട്ടക്ടർ എന്ന് പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സംരക്ഷകൻ എന്ന് പറയുന്നത് കോടതിയാണ്. കോടതിയുടെ വിധി ബാധകമല്ലെന്ന് എങ്ങനെ നിങ്ങൾക്കൊരു നിയമത്തിൽ പറയാൻ പറ്റും? അത് എഴുതി വെക്കാൻ പറ്റും? സോളിസിറ്റർ ജനറൽ പറയുന്നത്, എനിക്കറിയില്ല അങ്ങനെ ഒരു സാധനം എങ്ങനെ വന്നു എന്നാണ്. അത് കുറച്ചും കൂടി എക്സ്റ്റെൻഡിഫൈ ചെയ്യപ്പെടുന്നുണ്ട് പിന്നീട് അങ്ങോട്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാറ്റഗറി ആയിട്ട് വരുന്നത് വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ്റെ പ്രശ്നമാണ്. വഖഫ് ബൈ യൂസർ എന്ന് പറഞ്ഞാൽ, വഖഫ് ബൈ യൂസർ എന്ന് പറയുന്നത് ശരിക്കും ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ നിന്ന് സ്റ്റെം ചെയ്യുന്ന
എല്ലാ സിവിൽ പ്രോപ്പർട്ടികൾക്കും ആപ്ലിക്കബിൾ ആയ റൂളാണത്. അത് നമ്മൾ അത് വളരെയധികം ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. വഖഫ് ബൈ അതെ യൂസർ എന്ന് പറയുന്നത് ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ ബേസിൽ വന്നൊരു കാര്യമാണ്. അതെ ഇവിടെ പലപ്പോഴും വഖഫ് ബൈ യൂസർ എന്ന് പറയുന്നത് വഖഫിന് മാത്രമായ എന്തോ ഒരു കാര്യമാണെന്നാണ്. അത് യഥാർത്ഥത്തിൽ വഖഫ് എന്ന് പറയുന്ന ഒരു സംവിധാനം വരുന്നതിന് മുമ്പുള്ള ഒരു നിയമമാണ് ശരിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ പ്രോപ്പർട്ടിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു സംവിധാനമാണ് മനുഷ്യർ തമ്മിലുള്ള ഭൂമിയുടെ കൈമാറ്റങ്ങളും ഇടപാടുകളും ക്രയവിക്രയങ്ങളും എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രോപ്പർട്ടി ഒരു പ്രോപ്പറായിട്ടുള്ള ലീഗൽ ഡോക്യുമെൻസിൻ്റെ അഭാവത്തിൽ അതിൻ്റെ ഓണർഷിപ്പ് അതിൻ്റെ ക്യാരക്ടർ നിർണ്ണയിക്കാൻ വേണ്ടി ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ തന്നെയുള്ള അതിൽ നിന്ന് ഉത്ഭവം കൊള്ളുന്ന ഒരു നിയമമാണത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഞാൻ കഴിഞ്ഞ 25 വർഷമായിട്ട് ഒരിടത്ത് താമസിച്ചു വരുന്നു. എൻ്റെ കയ്യിൽ പക്ഷേ ഈ സ്ഥലം എൻ്റേതാണെന്ന് നിയമപരമായി തെളിയിക്കാനുള്ള ഔദ്യോഗിക രേഖകളുടെ അഭാവത്തിൽ എൻ്റെ ഇത്രയും വർഷത്തെ 10-25 അല്ലെങ്കിൽ 1/4 നൂറ്റാണ്ടോളം വരുന്ന എൻ്റെ അവിടുത്തെ ജീവിതത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, അത് എൻ്റെ ആണെന്നുള്ള അല്ലെങ്കിൽ ഞാൻ അവിടെ ഇത്രയും വർഷമായി ജീവിക്കുന്നു എന്നുള്ളത് എൻ്റേതാണെന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് നിയമം തന്നെ സ്ഥാപിച്ചാണ്. അത് ശരിക്കും വഖഫിന് മാത്രം ബാധകമല്ല, വ്യക്തികൾക്കത് ബാധകമാണ്. വഖഫ് പോലെയുള്ള ട്രസ്റ്റുകൾക്ക്, ജൂറിസ്റ്റിക് പേഴ്സൺസിനും ഒക്കെ അത് ബാധകമാണ്. അത് യഥാർത്ഥത്തിൽ ഏതെങ്കിലും പർട്ടിക്കുലർ ആയിട്ട് മുസ്ലിങ്ങൾക്ക് മാത്രം ബാധകമായിട്ടുള്ളൊരു നിയമമല്ല. അത് ഇന്ത്യൻ സിവിൽ ലോന്റെ, ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ ബേസ് ആണ്. മറ്റു മതങ്ങളുമായി ബന്ധപ്പെട്ട് ഇത് വ്യക്തിക്കും മതത്തിനും എല്ലാവർക്കും ബാധകമാണ്. കാരണം ഒരു പ്രോപ്പറായിട്ടുള്ള നിയമപരമായ രേഖകളുടെ അഭാവത്തിൽ ഒരു പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് ആർക്കാണെന്ന് നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളിലൊന്നായി ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ പറയുന്ന ഒന്നാണ് എന്ത്, അത് ഇത്രയും കാലം കൈവശം വെച്ച് ഉപയോഗിച്ചിരുന്നത് ആരാണ് എന്നുള്ള ചോദ്യം. അതിൻ്റെ ഒരു പ്രശ്നം, കാരണം ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് എത്ര കാലമായി ആളുകൾ റെക്കോർഡഡായി കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങിയിട്ട്? ബഹുഭൂരിപക്ഷം ആളുകൾക്കും വലിയ തോതിൽ ജനങ്ങൾക്ക് ഇപ്പോഴും അക്ഷരാഭ്യാസമില്ലാത്ത ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ ഒരു യൂറോപ്യൻ സ്റ്റാൻഡേർഡിൽ പ്രോപ്പർട്ടി, അതിന് രജിസ്റ്റേർഡ് ഡീഡ്, അതുപോലെ തന്നെ ടൈറ്റിൽ, മറ്റ് ഔദ്യോഗിക രേഖകളെല്ലാം കൈവശം വെച്ചിരിക്കണമെന്ന് പറയുന്നത് തന്നെ ബേസിക്കലി എന്താണ്, ഇറേഷണലാണ്. ഇന്ത്യ പോലത്തെ രാജ്യത്ത് വളരെ അടുത്ത കാലത്ത് മാത്രം വളരെ ആർജവത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു നിബന്ധനയാണത്. അതിന് മുമ്പ് അത് അത്രയും പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരു തെളിവായി ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ പറയുന്ന ഒരു വകുപ്പാണത്. അതിൽ നിന്ന് സ്റ്റെം ചെയ്താണ്. അത് വഖഫിന് കൂടി ബാധകമാണെന്നേ ഉള്ളൂ. വഖഫിന് മാത്രം ബാധകമായ ഒന്നല്ല അത്. വഖഫിന് കൂടി അത് ബാധകമാണ്. മറ്റു പലതിനും ബാധകമായിരിക്കുന്ന പോലെ വ്യക്തിക്കും ട്രസ്റ്റിനും NGOകൾക്കും അല്ലെങ്കിൽ അതുപോലെ ജൂറിസ്റ്റിക് കമ്പനികൾക്ക്, ജൂറിസ്റ്റിക് പേഴ്സൺ, ഇവർക്കെല്ലാവർക്കും ബാധകമായിരിക്കുന്നത് പോലെ വഖഫിനും ബാധകമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കോൺസെപ്റ്റ് ബൈ യൂസർ എന്ന് പറയുന്ന ഒരു എവിഡൻറ്ററി വാല്യൂ ഉള്ള ഒരു അനാലജി എന്ന് പറയുന്നത് എന്തല്ല, അത് ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു ഐഡിയ അല്ല, അത് പ്യുവർലി സെക്കുലർ ആയ ഒരു എവിഡൻസ് ആണ് ശരിക്കും. അതെല്ലാവർക്കും ബാധകമാണ്. വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടാളുകൾ വഖഫ് ബോർഡിൽ ഉണ്ടായിരിക്കണം എന്നുള്ള നിയമം ഇതിൽ വന്നിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ ഇവരുടെ റിലീജിയസ് അഫെയറിൽ ഇടപെടുന്നതല്ലേ? അത് ഭരണഘടനാ വിരുദ്ധവുമല്ല. അതിൽ ഒരു 2 പ്രശ്നമുണ്ട്. ഒന്ന്, ഭരണഘടനാ വിരുദ്ധമാണോ എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ, ഞാൻ അതിലേക്ക് വരാം. അതിൻ്റെ ഫണ്ടമെൻ്റലായ ഒരു ക്വസ്റ്റ്യൻ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പുറത്തിറങ്ങിയിട്ട് എല്ലാ മുസ്ലിങ്ങളോടും നിങ്ങൾക്ക് വഖഫിനെ കുറിച്ചുള്ള നിയമം അറിയുമെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് അവർക്ക് അറിയണ്ടാവില്ല. വളരെ സ്വാഭാവികം. കാരണം നിയമം എന്ന് പറയുന്നത് നിയമജ്ഞരുടെ ഒരു ലോകമാണ് വലിയ അർത്ഥത്തിൽ. കാരണം അതിൻ്റെ സാങ്കേതികത്വങ്ങളും മറ്റു കാര്യങ്ങളും അതിൻ്റെ ഒരുപാട് വൈജ്ഞാനിക വ്യവഹാരങ്ങളും എന്നൊക്കെ പറയുന്നത് നിയമജ്ഞരുടെയും നിയമം പഠിക്കുന്നവരുടെയും ഒരു മേഖലയാണ്. പൊതുസമൂഹത്തിന് അതിനെക്കുറിച്ച് സ്വാഭാവികമായിട്ട് അത്രയും ധാരണ ഉണ്ടാവില്ല. പക്ഷെ അതേസമയം തന്നെ ഒരാൾക്ക് ഒരു നിയമത്തിൻ്റെ സാങ്കേതിക വശം അറിയില്ലെങ്കിൽ കൂടി ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടിയുടെ, പ്രത്യേകിച്ച് റിലീജിയസ് പ്രോപ്പർട്ടിയുടെ ഇൻട്രസ്റ്റിനെ കുറിച്ച് അവർക്കൊരു ധാരണ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ വഖഫിനെ നിയന്ത്രിക്കുകയും നിർണ്ണയിക്കുകയും ചെയ്യുന്ന നിയമങ്ങളെക്കുറിച്ച് മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും അറിയണമെന്നില്ല. പക്ഷേ വഖഫ് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്, അതെങ്ങനെ നടത്തണം, അതിൻ്റെ താല്പര്യം എന്താണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് മുസ്ലിങ്ങൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിയമം എന്ന് പറയുന്നത് അത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സാധനമല്ല. കാരണം നിയമം എന്ന് പറയുന്നത് അതിൻ്റെ ആ നീയത്തിന്, ഇൻട്രസ്റ്റിനെ, താല്പര്യത്തെ സംരക്ഷിക്കാൻ ഉതകുന്നൊരു സംവിധാനം കൂടിയാണ്. അപ്പം നിയമം അറിയുന്നവർ മാത്രമല്ല അവിടെ പ്രശ്നം. നിയമം അറിയുന്നവർ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അതിൻ്റെ താല്പര്യം അറിയുന്നവർ കൂടി വേണം. അതുകൊണ്ടാണ് ഇപ്പോൾ ഹനഫി മദ്ഹബിലൊക്കെ നിങ്ങൾക്ക് വഖഫ് ചെയ്യാൻ മുസ്ലിം ആയിരിക്കണമെന്ന അധിക നിബന്ധനയുണ്ട്. ഷാഫി മദ്ഹബിലും മറ്റ് ചില മദ്ഹബുകളിലൊക്കെ മുസ്ലിം ആകണമെന്നില്ല വഖഫ് ചെയ്യാൻ, അല്ലാണ്ടും പറ്റും. പക്ഷേ ഹനഫി മദ്ഹബിൽ അത് പറ്റില്ല. അത് പള്ളിയുടെ കാര്യത്തിലൊക്കെയാണ് അത് സവിശേഷമായിട്ട് വരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഈ താല്പര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്.
കാരണം ഇത് നമ്മൾ പടച്ചോനാണ് സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ കൂടി പടച്ചോന് ഇപ്പോൾ ഈ ഭൂമിയുടെ ആവശ്യമല്ല, അല്ല ഈ സ്വത്തിൻ്റെ ആവശ്യമല്ല, അല്ലെങ്കിൽ പടച്ചോന് ഇല്ലാതിരിക്കുന്ന ഒരു അവകാശമല്ല നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിന് ദൈവികമായി അല്ലെങ്കിൽ തിയോളജിക്കലി അത്തരം ഒരു കനോട്ടേഷൻ ഉണ്ട്. നമ്മൾ ദൈവത്തിനാണ് സബ്മിറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ താല്പര്യം എന്താണെന്നുള്ള ചോദ്യം അവിടെ ഉണ്ട്. അതെങ്ങനെയാണ് ദൈവവിശ്വാസം അല്ലാത്ത മറ്റൊരാൾക്ക് നിർണ്ണയിക്കാൻ പറ്റുക എന്നുള്ള ചോദ്യം അവിടെ വളരെ പ്രധാനമാണ്. കാരണം ഒരു നിയമത്തിന് ആ നിയമം എന്തിനു വേണ്ടിയാണോ ഉണ്ടാക്കിയത് ആ ഒരു ലക്ഷ്യത്തെ പൂർത്തീകരിക്കണമെങ്കിൽ നിയമം അറിയാവുന്നവർ മാത്രം ഉണ്ടായാൽ പോരാ, ആ നിയമത്തിൻ്റെ താല്പര്യം കൂടി അറിയുന്നവരുണ്ടായിരിക്കണം. കാരണം നിയമം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻ്റർപ്രിറ്റേറ്റീവായ ഒരു ഡോക്യുമെൻ്റ് കൂടിയാണ്. അതിനെ നമ്മൾ വ്യാഖ്യാനിക്കുകയാണ്, സാഹചര്യത്തിനും മറ്റു പലതിനും അനുസരിച്ച് നമ്മൾ അതിനെ പർട്ടിക്കുലർ രീതിയിൽ നമ്മൾ വ്യാഖ്യാനിക്കുകയും കൺസ്ട്രക്ട് ചെയ്യുകയും ചെയ്യാണ്. ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിന് വേണ്ടി നമ്മൾ ഈ നിയമത്തെ നമുക്ക് എങ്ങനെ ആ സാഹചര്യത്തിലേക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളത് ഒരു കൺസ്ട്രക്ഷനാണ്. ആ കൺസ്ട്രക്ഷന് താല്പര്യം വളരെ പ്രധാനമാണ്. കാരണം നിയമത്തിൻ്റെ താല്പര്യം അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് നിയമത്തെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല, ഇൻ്റർപ്രറ്റ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ദൈവത്തിൻ്റെ പ്രീതിക്ക് വേണ്ടി ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ദൈവത്തിന് സബ്മിറ്റ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഇസ്ലാമിക നിയമപ്രകാരം അല്ലെങ്കിൽ ഇസ്ലാമിക ധാർമ്മിക പ്രകാരം നന്മ എന്ന് വിവക്ഷിക്കപ്പെടുന്ന ഒന്നിനും കൂടി വേണ്ടിയായിരിക്കണം വഖഫ് എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രീതി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇച്ഛ, ദൈവത്തിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് ആ പെർട്ടിക്കുലർ ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരാൾ നിർണ്ണയിക്കുക എന്ന് മാത്രമല്ല, വഖഫ് എന്ന് പറയുന്നത് ഒരു സെക്കുലർ ലാൻഡ് അല്ലെങ്കിൽ ഒരു സെക്കുലർ പ്രോപ്പർട്ടി, ഒരു സെക്കുലർ എസ്റ്റാബ്ലിഷ്മെൻ്റ് അല്ല. ബൈ ദ വെരി ഡെഫിനേഷൻ ഇറ്റ് സെൽഫ് ഇറ്റ്സ് എ റിലീജിയസ് പ്ലേസ്. അത് തികച്ചും മതപരമായൊരു അഫെയറാണ്. തികച്ചും മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മതപരമായിട്ടുള്ള നിയമത്തിലൂടെ രൂപപ്പെട്ടു വന്ന ഒരു സംവിധാനമാണ്. അതിനെന്താണ് ഒരു സെക്കുലർ സ്റ്റേറ്റിന് കാര്യം? എങ്ങനെയാണ് ആ മതത്തിൽപ്പെടാത്ത, ആ ഒരു തിയോളജിയിൽ വിശ്വസിക്കാത്ത, ആ ഒരു ലോകക്രമത്തിൽ വിശ്വസിക്കാത്ത ഒരാൾക്ക് അതിൻ്റെ താല്പര്യം എന്താണെന്ന് നിർണ്ണയിക്കാൻ പറ്റുക? അത് അസാധ്യമാണ്. അപ്പോൾ ശരിക്കും എന്താണ്, അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ നോൺ മുസ്ലിംസിനെ കയറ്റുന്നത്? ശരിക്കും ഇന്നലെ സുപ്രീം കോടതിയിൽ നടന്ന ഒരു വാദത്തിൽ സുപ്രീം കോടതി ചോദിക്കുന്നുണ്ട് തിരുപ്പതിയുടെ കാര്യത്തിൽ. തിരുപ്പതിയിൽ നിങ്ങൾ നോൺ ഹിന്ദുസിനെ കയറ്റുമോ? ഞാൻ ചോദിക്കുന്നത് തിരുപ്പതിയിൽ എന്തിനാണ് നോൺ ഹിന്ദുസ്? തിരുപ്പതി എന്ന് പറയുന്ന ഒരു ഹിന്ദു റിലീജിയസ് പ്ലേസ് ആണ്. ആ ഹിന്ദു റിലീജിയസ് പ്ലേസ് ഒരു പെർട്ടിക്കുലർ ഡൈറ്റിക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്ത പ്രോപ്പർട്ടിയാണ് തിരുപ്പതി ലാൻഡ് എന്ന് പറയുന്നത്, തിരുപ്പതി ടെമ്പിൾ എന്ന് പറയുന്നത്. അവിടെ ഒരു ഡൈറ്റി ഉണ്ട്. ആ ഡൈറ്റിയുടെ താല്പര്യം എന്താണ് എന്ന് ഞാൻ എങ്ങനെയാണ് അത് പോയി തീരുമാനിക്കുക? അപ്പോൾ ഞാൻ തിരുപ്പതിയിലെ വിഗ്രഹത്തിൽ അല്ലെങ്കിൽ ആ തിരുപ്പതി ദൈവസങ്കല്പത്തിൽ വിശ്വസിക്കുന്ന ഒരാളല്ല. ഞാൻ എങ്ങനെയാണ് അപ്പോൾ അവിടെ പോയിട്ട് തിരുപ്പതിയിലെ ദൈവത്തിൻ്റെ താല്പര്യം എന്താണെന്ന് നിർണ്ണയിക്കുക? എനിക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ബേസിക്കലി അറിയാത്തവരല്ല ഈ നിയമം ഉണ്ടാക്കി, അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ RSSനെ കുറിച്ചോ BJPയെ കുറിച്ചോ ഒക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രധാനപ്പെട്ട പൊതുനരേഷനാണ് അവർ വിവരമില്ലാത്തവരാണെന്നുള്ളത്. അവരങ്ങനെ വിവരമില്ലാത്തവരല്ല, ദേ ആർ ഹൈലി ഇൻ്റലിജൻറ്റ്. അത് നമ്മൾ പ്രാഥമികമായി അംഗീകരിക്കണം. അപ്പോൾ അടിസ്ഥാനപരമായി വിവരമില്ലാത്തതുകൊണ്ടല്ല ഈ നിയമനിർമ്മാണം വരുന്നത്. മറിച്ച് ഞാൻ പറയുന്ന ഒരു സൈക്കോ അനാലിസിസ് ഒക്കെ നടത്തിക്കൊണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ത്യൻ സൈക്കിൻ്റെ അല്ലെങ്കിൽ വേണമെങ്കിൽ കുറേയും കൂടിയും കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ബ്രാഹ്മണിക് ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിൽ തന്നെ എന്തുണ്ട്, ഒരു ഇൻക്ലൂസീവ് കാറ്റഗറി ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഹിന്ദുയിസത്തെ അല്ലെങ്കിൽ ബ്രാഹ്മണിസത്തെ കുറിച്ച് പറയുക അത് വളരെ എക്സ്ക്ലൂഷനാണ്, പുറന്തള്ളിക്കൊണ്ടിരിക്കുന്ന ഒന്നാണെന്നാണ്. ശരിക്കും ചരിത്രം പരിശോധിച്ചാൽ നേരെ തിരിച്ചാണ്. ബ്രാഹ്മണിസം എന്ന് പറയുന്നത് എന്താണ്? ഹൈലി ഇൻക്ലൂസീവാണ്. പക്ഷെ അത് എങ്ങനെയാണ് മറ്റൊന്നിനെ ഉൾക്കൊള്ളുക? അതായിട്ട് ഉൾക്കൊള്ളുകയല്ല, മറിച്ച് ഒരു പെർട്ടിക്കുലർ ഫോമിൽ അതിന് വേണ്ട ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചറിലാണ് എന്ത് ചെയ്യുക, ബ്രാഹ്മണിസം എന്ന് പറയുന്നത് ഉൾക്കൊള്ളുക. അപ്പോൾ അത് ആ ഒരു ഹിസ്റ്ററി വേണം നമുക്ക് പരിശോധിച്ചാൽ കിട്ടുന്ന ബുദ്ധിസത്തിൻ്റെ കാര്യത്തിലാണ്. ബുദ്ധിസം എന്ന് പറയുന്നത് ബേസിക്കലി തന്നെ ആൻറ്റി ബ്രാഹ്മണിക്കായ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. ബ്രാഹ്മണിസത്തിനെതിരായ, ജാതി വ്യവസ്ഥക്കെതിരായ, ഉച്ചനീചത്വങ്ങൾക്കെതിരായ, ശ്രേണീകൃത അശ്രമത്വത്തിനെതിരായ ഒരു മൂവ്മെൻ്റാണ്. പക്ഷെ അത് പിന്നീട് ബ്രാഹ്മണ്യവൽക്കരിക്കപ്പെട്ടു. അപ്പോൾ ബുദ്ധിസത്തെ ഇല്ലാതാക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ബുദ്ധിസത്തിനെ ഒരു പെർട്ടിക്കുലർ രീതിയിൽ ബ്രാഹ്മണ്യം അപ്രോപ്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവർ എന്താണ് യഥാർത്ഥത്തിൽ ഈ നിയമനിർമ്മാണത്തിലൂടെ RSS ഉദ്ദേശിക്കുന്നത്? RSS ഉദ്ദേശിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് വഖഫ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ നമ്മൾ പലപ്പോഴും വഖഫ് എന്ന് പറയുന്ന ഒരു ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് പറയുക. ശരിക്കും അത് കേവലമായ ഒരു ചാരിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല. ചാരിറ്റി ആയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്, പക്ഷെ നമ്മളതിനെ ചാരിറ്റിയിലേക്ക് മാത്രമായി ലിമിറ്റ് ചെയ്യരുത്. വഖഫ് എന്ന് പറയുന്നത് മാർഷൽ ഹോക്സൺ എന്ന് പറയുന്ന ഒരു സ്കോളർ പറയുന്നത് പ്രകാരം വഖഫ് എന്ന് പറയുന്നത് മുസ്ലിം സൊസൈറ്റിയുടെ മെറ്റീരിയൽ ഫൗണ്ടേഷനാണ് യഥാർത്ഥത്തിൽ വഖഫ് എന്ന് പറയുന്നത്, ബൗദ്ധിക അടിത്തറയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഇസ്ലാമിനെ നമ്മൾ കേവലമായ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, ഇപ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് സ്വന്തമായൊരു സിവിലൈസേഷണൽ ഡ്രീമുള്ള ഒരു സോവറിൻ സങ്കല്പമുള്ള ഒരു വിഭാഗം കൂടിയാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുസ്ലിം ചരിത്രം പരിശോധിച്ചാൽ മുസ്ലിം നിയമങ്ങൾക്കും മുസ്ലിം ലൈഫിനൊക്കെ സെൻട്രലായി നിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ് വഖഫ് എന്ന് പറയുന്നത്. അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഗിബ്സ് എന്ന് പറയുന്ന ഒരു സ്കോളർ പറയുന്നത്. ഇപ്പോൾ തുർക്കിയിലെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം പറയുന്നത്, വഖഫ് ചെയ്യപ്പെട്ട തൊട്ടിലിൽ ജനിച്ച്, വഖഫ് ചെയ്യപ്പെട്ട ഇടത്തുനിന്ന് ഭക്ഷണം കഴിച്ച്, വഖഫ് ചെയ്യപ്പെട്ട ഇടത്ത് ഖബറടക്കുന്നത് വരെ ഒരു മുസ്ലിം ജീവിതത്തിൻ്റെ സകല മേഖലയിലും സുപ്രധാനമായ റോള് വഹിക്കുന്ന ഒരു സ്ഥാപനമാണ് ശരിക്കും വഖഫ്. ഇപ്പം ഞാൻ ഇപ്പം എൻ്റെ +2 വരെ ഞാൻ പഠിക്കുന്നത് വഖഫ് ചെയ്യപ്പെട്ട സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ വഖഫിന് സമാനമായ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ദാനധർമ്മം ചെയ്യപ്പെട്ട സ്ഥാപനങ്ങളിലോ ആണ്. അപ്പോൾ മുസ്ലിങ്ങളുടെ മാത്രമല്ല നോൺ മുസ്ലിങ്ങളുടെ ലൈഫിൽ സുപ്രധാനമായ റോള് പല അർത്ഥത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, വഖഫ് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം സോവറിനിറ്റി എന്ന് പറയുന്നൊരു ചോദ്യം അവിടെ വളരെ പ്രധാനമാണ്. കാരണം മുസ്ലിങ്ങൾ എങ്ങനെ ലോകത്തെ കാണുന്നു, രാഷ്ട്രത്തെ കാണുന്നു, എങ്ങനെയായിരിക്കണം ലോകവും രാഷ്ട്രവും എന്ന്, അധികാരമെന്ന് മുസ്ലിങ്ങൾക്കൊരു വിവക്ഷയുണ്ട്, മുസ്ലിങ്ങൾക്കൊരു ഒരു ഒരു ഭാവനയുണ്ട്, മുസ്ലിങ്ങൾക്കൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ആ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ മൗലികമായ പോയിന്റിലാണ് എന്ത് കിടക്കുന്നത്, വഖഫ് കിടക്കുന്നത്. അപ്പോൾ ആ വഖഫ്, കാരണം വായിൽ ഹല്ലാക്കിനെ പോലുള്ള സ്കോളേഴ്സ് സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഒരു മെറ്റീരിയൽ ഫൗണ്ടേഷൻ്റെ അഭാവത്തിൽ അല്ലെങ്കിൽ ഭൗതികമായ ഉപാധികളുടെ അടിസ്ഥാനത്തിൽ ഒരു സോവറിൻ വിൽ എന്ന് പറയുന്നത്, പരമാധികാര ഇച്ഛ എന്ന് പറയുന്നത് എന്താവും, ഉപയോഗശൂന്യമായി മാറും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങളും അല്ലെങ്കിൽ ഇന്ത്യൻ ബ്രാഹ്മണിക് സ്റ്റേറ്റും തമ്മിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇന്ത്യൻ ബ്രാഹ്മണിക് സ്റ്റേറ്റിൻ്റെ ഈ ഒരു അനീതിപരമായ അല്ലെങ്കിൽ ജാതി വ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തി നിൽക്കുന്ന ഈ സാമൂഹിക ഘടനയ്ക്ക് എന്നും മുസ്ലിങ്ങളെതിരാണ്. ആ ഒരു സംവിധാനത്തിനെതിരെ മുസ്ലിങ്ങൾ എന്നും പോരാടിയിട്ടുണ്ട്. മുസ്ലിങ്ങൾക്ക് തിയോളജിക്കലി പോരാടിയിട്ടുണ്ടെന്ന് മാത്രമല്ല, പോരാടിയേ പറ്റൂ എന്ന് പറയുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഒരിക്കലും അത്തരം ഒരു അനീതി നിറഞ്ഞ സംവിധാനത്തെ ഉൾക്കൊള്ളാൻ മുസ്ലിങ്ങൾക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളും ഇന്ത്യൻ അധികാരവർഗവും തമ്മിൽ, ഒരു ഒലിഗാർക്കിയും തമ്മിൽ, ദലിതരും ഈ ഒലിഗാർക്കിയും തമ്മിൽ, OBCകളും ഈ ഒലിഗാർക്കികളും തമ്മിൽ എന്തുണ്ട്, ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാറ്റഗറി മുസ്ലിങ്ങളാണ്. കാരണം മുസ്ലിങ്ങൾക്ക് ഇപ്പോൾ വഖഫ് എന്ന് പറയുന്ന ഒരു ചെറിയ സംവിധാനമല്ല, ലക്ഷക്കണക്കിന് ഏക്കർ വരുന്ന ഭൂമിയുണ്ട്. ഏറ്റവും മിനിമലായ ഒരു കണക്ക് പ്രകാരം 1,00,000 കോടി രൂപയ്ക്ക് മേലെ ആസ്തിയുണ്ട് ഈ ഭൂമിയെല്ലാം കൂട്ടിയാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു വിഭാഗത്തെ ബ്രാഹ്മണിസവും ഞാൻ പറയുന്നത് പോലെ ബ്രാഹ്മണിസം മറ്റൊരു സിവിലൈസേഷണൽ പ്രോജക്റ്റാണ്. അപ്പോൾ ആ സിവിലൈസേഷണൽ പ്രോജക്റ്റിന് ഒരു ത്രെറ്റ് ഉണ്ടാവാതിരിക്കാൻ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ നിർവീര്യമാക്കിയേ പറ്റൂ. അപ്പം അതിനൊരു വശത്ത് നമ്മൾ വംശഹത്യ പോലുള്ള പദ്ധതികൾ വളരെ ആസൂത്രിതമായി നടക്കുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഈ ഭൗതിക ഉപാധികൾ ഇപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ളത് ബ്രാഹ്മണിസത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ത്രെറ്റാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്തുണ്ട്, ബ്രാഹ്മണിസത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ജാതി വ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാമൂഹിക ക്രമത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളുടെ ഭൗതിക അടിത്തറ എന്ത് ചെയ്യേണ്ടതുണ്ട്, തകർക്കേണ്ടതുണ്ട്. അപ്പം അതിനവരെന്ത് ചെയ്യണം, അത് ഇല്ലായ്മ ചെയ്യല്ല, മറിച്ച് അതിൻ്റെ ഉള്ളിൽ കയറിയുന്നുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്രോപ്രിയേറ്റ് ചെയ്യുക. പ്രത്യേകിച്ചും ഗോൾവാർക്കറൊക്കെ വിചാരധാരയിൽ അതെ പറയുന്നത് അതെ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അവർ ഇന്ത്യൻ സംസ്കാരത്തെ ഉൾക്കൊള്ളണം എന്നാണ്. കമ്മ്യൂണിസ്റ്റുകാർ ആകെ വിളിച്ചാണ് അവർ അത് ഗോൾവാൾക്കറൊക്കെ പറയുന്നത് അങ്ങനെ തന്നെയാണ്. അവർക്ക് ഇന്ത്യയിൽ തുടരാം. എങ്ങനെ? യാതൊരു അവകാശങ്ങളും ഇല്ലാതെ, യാതൊരു തരത്തിൽ ചോദ്യങ്ങളും ഉന്നയിക്കാനുള്ള അവകാശങ്ങളില്ലാതെ എന്ത് ചെയ്യാം, ഇങ്ങനെ അടിയും കൊണ്ട് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാം, തുടരാം. അത് ബ്രാഹ്മണിസത്തിൻ്റെ മറ്റുള്ള വംശഹത്യാ പദ്ധതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബ്രാഹ്മണിസത്തിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്, ബ്രാഹ്മണിസത്തിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ട് ആ ഒരു ലൈഫ് നിൽക്കുന്നത് റിസോഴ്സ് എക്സ്ട്രാക്ഷനിലൂടെയാണ്. കാരണം മറ്റുള്ളവർ ഉൽപ്പാദിപ്പിക്കുകയും മറ്റുള്ളവർ അധ്വാനിക്കുകയും മറ്റുള്ളവർ ഉൽപ്പാദിപ്പിക്കുകയും അത് ഇവർ കൈവശം വെക്കുകയും ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ ലൈഫ് എന്ന് പറയുന്നത്, അവരുടെ എക്കോണമി എന്ന് പറയുന്നത്, അവരുടെ ലൈഫ്, പൊളിറ്റിക്കൽ ലൈഫ്, സോഷ്യൽ ലൈഫ്, റിലീജിയസ് ലൈഫ് എന്നൊക്കെ പറയുന്നത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് സണ്ണിയും കപ്പിക്കാടും ചോദിക്കുന്നൊരു വളരെ രസകരമായൊരു ചോദ്യമുണ്ട്. നിങ്ങൾ ഈ പുരാണങ്ങൾ എടുത്തു നോക്കിയാൽ അധ്വാനിക്കുന്ന മനുഷ്യനെ കുറിച്ചൊരു കാര്യം നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റില്ല. പക്ഷെ ഇവൻ പാൽപ്പായസമേ കുടിക്കുള്ളൂ താനും. അപ്പോൾ ഈ പാൽപ്പായസം പിന്നെ എവിടുന്ന് വരും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. പണിയെടുക്കുന്നവർക്ക് യാതൊരു അവകാശവും ഇല്ലാതെ പണിയെടുക്കുന്നവരുടെ വിഭവങ്ങളും അധ്വാനത്തിൻ്റെ ഫലവും മുഴുവൻ സ്വന്തത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് അതിനെ പിടിച്ചെടുത്തുകൊണ്ട് അത് ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ സിസ്റ്റം നിൽക്കുന്നത്. അപ്പോൾ അതിന് അവർ മേലാണെങ്കിൽ പണിയെടുക്കാത്തതുകൊണ്ട് എന്ത് ചെയ്യണം, പണിയെടുക്കാനുള്ള ഒരു ലേബർ ഫോഴ്സ് എന്ന അർത്ഥത്തിൽ ശരിക്ക് മുസ്ലിങ്ങളെയും ദലിതരെയൊക്കെ അവർക്ക് ആവശ്യമുണ്ട് തന്നെ. കാരണം ഇന്ത്യയുടെ ഒരു കണക്കെടുത്താൽ ഇന്ത്യൻ ലേബർ ഫോഴ്സിൻ്റെ ഒരു സിഗ്നിഫിക്കൻറ്റ് ചങ്ക് എന്ന് പറയുന്ന ആരാണ്, മുസ്ലിങ്ങളും ഈ ദലിതരും OBC വിഭാഗമാണ്. അപ്പോൾ അവരുടെ അധ്വാനം എന്ന് പറയുന്നത് എന്താണ്, ഇവർക്ക് ആവശ്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ പൂർണ്ണമായി വംശഹത്യ ചെയ്തുകൊണ്ട് ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക, അവർക്ക് അവകാശങ്ങളില്ലാതായിരിക്കുക. റിസോഴ്സസ് എന്ന് പറയുന്നത് ഒരു ബ്രാഹ്മണിക് സെൻറ്റേർഡ് ആയിരിക്കുക എന്നതാണ്. ഒരു സവർണ സെൻറ്റേർഡായ ഒരു സാമ്പത്തിക വ്യവസ്ഥയും ബാക്കിയുള്ളവർ അധ്വാനിക്കുന്ന അടിമകളുമാണ്. തൊഴിലാളികളല്ല, അടിമകളാണ്. അവകാശങ്ങളില്ലാത്ത, അധികാരങ്ങളില്ലാത്ത, യാതൊരു തരത്തിലും സാമൂഹിക നിർമ്മാണത്തിൽ പങ്കാളിത്തം അനുവദിക്കപ്പെടാത്ത, അറിവിലേക്ക് ആക്സസ് ഇല്ലാത്തൊരു വിഭാഗമാണ്.
അതുകൊണ്ട് തന്നെ വഖഫ് എന്ന് പറയുന്നത് നമ്മൾ കേവലമായി നിസ്കരിക്കാനും കബറിടം മാത്രമല്ല, ഇപ്പോൾ സ്കൂളുകൾ, കോളേജുകൾ, ഹോസ്പിറ്റലുകൾ, അങ്ങനെ പൊതുവായി നിൽക്കുന്ന പൊതു സംവിധാനങ്ങൾ എന്ന് പറയുന്നത് വഖഫിൽ ധാരാളം ഉണ്ട്. അത് എത്രമാത്രം എഫക്റ്റീവാണ്, എത്രമാത്രം അത് കൃത്യമായി നടപ്പാക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. പക്ഷെ ഉണ്ട്, അങ്ങനെ ഒരു ഇനിയിപ്പോ ഇന്റൻഷൻ ഉണ്ട് അതിന്റെ പിന്നിൽ. ഇനിയിപ്പോ ഈ വിഷയകമായിട്ടുള്ള വിമർശനങ്ങൾ വരുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന കാര്യമാണ് ആർട്ടിക്കിൾ 40. 1995 ഉം, ഉം. വഖഫ് ആക്ടിലെ ആർട്ടിക്കിൾ 40. ആർട്ടിക്കിൾ 40 പറയുന്നത് ഒരു വഖഫ് ലാൻഡ്, ആ വഖഫ് ലാൻഡ് ഒരു 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 ലാൻഡ് അത് വഖഫ് ഭൂമിയാണ് എന്ന് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ ലാൻഡിൻ്റെ ഓണറാണ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ അയാളുടെ ബാധ്യതയാണ് എന്ത്, ആ ലാൻഡ് അയാളുടേതാണ് എന്ന് തെളിയിക്കുക. അങ്ങനെ കഴിഞ്ഞില്ല എങ്കിൽ വഖഫ് ലാൻഡായിട്ട് അത് മാറുമെന്നും പിന്നെ അത് തീരുമാനിക്കുന്നത് പോലും വഖഫ് ട്രൈബ്യൂണലാണ് എന്നുള്ള തരത്തിൽ, അതായത് ഭൂമി ഇങ്ങനെ കയ്യേറിക്കൊണ്ടിരിക്കുകയാണ് വഖഫ് ബോർഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ പുതിയ അമെൻമെൻറ്റിൽ അതിനെ അബ്രഗേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് വലിയൊരു വിപ്ലവത്തിന് കാരണമാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഒന്നത് വിപ്ലവമാണോ എന്നുള്ളൊരു ചോദ്യം. രണ്ടാമത്തത് വഖഫിന് ബില്ലിൽ വഖഫ് ബോർഡിനും വഖഫ് ട്രൈബ്യൂണലും ഇത് ഇവർക്ക് ഇങ്ങനെ ഭൂമി വെട്ടിപ്പിടിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ വഖഫ് ബോർഡിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഞാനും അപ്പയും സുഭദ്രയും എന്ന് പറയുന്ന ഒരു സംവിധാനമല്ല. അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഇത് കുറേ കൂടി സാങ്കേതികമായ ഒരു വശമാണ്. അതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത് എന്താണ്? ഒരു ജൂറിസ്റ്റിക് പേഴ്സണാണ്. ഒരു ജൂറിസ്റ്റിക് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ചില സംവിധാനങ്ങൾക്ക് നമ്മൾ നിയമം എന്ത് ചെയ്യാണ്, കൃത്രിമമായി ഒരു വ്യക്തിയുടെ സ്റ്റാറ്റസ് നൽകുക. ഫിക്റ്റീഷ്യസ് പേഴ്സണാലിറ്റി എന്നാണ് അതിന് പറയുക. ഇത്തരത്തിലുള്ള ഫിക്റ്റീഷ്യസ് പേഴ്സണാലിറ്റികളിൽപ്പെട്ട ഒന്നാണ് എന്ത്, വഖഫ് ബോർഡ് എന്ന് പറയുന്നത്. ഇതുപോലുള്ള ഫിക്റ്റീഷ്യസ് പേഴ്സണാലിറ്റി വേറെയുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു അമ്പലത്തിലിരിക്കുന്ന വിഗ്രഹം, പ്രതിഷ്ഠിക്കപ്പെട്ട വിഗ്രഹം ഒരു ജൂറിസ്റ്റിക് പേഴ്സണാണ്. കമ്പനികൾ, മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്, MNC എന്നൊക്കെ പറയുന്ന കമ്പനികൾ എന്താണ്, ജൂറിസ്റ്റിക് പേഴ്സണാണ്. ഇന്ത്യയിൽ ചില നദികൾ എന്താണ്, ഫിക്റ്റീഷ്യസ് പേഴ്സണാലിറ്റികളാണ്, ജൂറിസ്റ്റിക് പേഴ്സണാണ്. ഈ അതായത് ഒരു വ്യക്തിയായാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത്. അതെ, ഒരു വ്യക്തിയെ. പക്ഷേ ഒരു സാധാരണഗതിയിൽ നമ്മൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു വേണമെങ്കിൽ ഓർഗാനിക്കലി ഒരു പേഴ്സണാണ്. നമുക്കുള്ള അത്രയും അവകാശം എന്തില്ല, ജൂറിസ്റ്റിക് പേഴ്സണില്ല. അതിൻ്റെ ചില പ്രത്യേക പ്രവർത്തന മണ്ഡലങ്ങളെ മുൻനിർത്തിയുള്ള പരിമിതമായ നിയമാവകാശങ്ങളെ എന്തുള്ളൂ, ജൂറിസ്റ്റിക് പേഴ്സണുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിൽ എന്തുണ്ട്, ഇന്ത്യയിലെന്നല്ല ലോകത്ത് തന്നെ അനവധിയായിട്ടുള്ള അത്തരം ഫിക്റ്റീഷ്യസ് പേഴ്സണാലിറ്റി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്പലത്തിലെ വിഗ്രഹം, ഒരു കമ്പനി, ഇന്ത്യയിൽ അത്തരം നദികളുണ്ട്, ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന കപ്പലുകൾ, അതൊക്കെ ഫിക്റ്റീഷ്യസ് പേഴ്സണാലിറ്റി ഉണ്ട്, വ്യക്തിയായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അതൊരു വ്യക്തി മാത്രമല്ല, ആ വ്യക്തി എപ്പോഴും എന്തായിരിക്കും, മൈനർ ആയിരിക്കും. മൈനർ എന്ന് പറഞ്ഞാൽ, സാങ്കേതികമായിട്ട് പറഞ്ഞാൽ മൈനർ എന്ന് പറഞ്ഞാൽ 18 വയസ്സ് തികയാത്ത ഒരാളെന്നാണ് സാങ്കേതികമായി അതിൻ്റെ അർത്ഥം. പക്ഷേ ഈ ഒരു ഫിക്റ്റീഷ്യസ് പേഴ്സണാലിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ മൈനർ എന്ന് പറയുമ്പോൾ 18 വയസ്സായിട്ടില്ല എന്നുള്ളത് മാത്രമല്ല അർത്ഥമാക്കുന്നത്, മറിച്ച് ഒരു പ്രായപൂർത്തിയാവാത്ത ആൾക്കുള്ള അവകാശങ്ങളുടെ പരിമിതി എന്തുണ്ട്, ഈ ഫിക്റ്റീഷ്യസ് പേഴ്സണാലിറ്റിക്കുണ്ട്. അപ്പോൾ ഈ ഫിക്റ്റീഷ്യസ് പേഴ്സണാലിറ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വത്തുക്കൾ വാങ്ങാൻ പറ്റും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, ക്രയവിക്രയം വിൽക്കാൻ പറ്റില്ല. ചില ലിമിറ്റഡ് ആയിട്ടുള്ള സർക്കംസ്റ്റാൻസിൽ എന്ത് ചെയ്യാൻ പറ്റും, കൈമാറ്റം ചെയ്യാനും വിൽക്കാനും പറ്റും. പക്ഷെ അത് ഒരുപാട് നിയമങ്ങൾക്കും നിബന്ധനകൾക്കും കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾക്കും വിധേയമാണ്. അപ്പോൾ ഈ മൈനറായിട്ടുള്ള ഇതിൽ ഒരു രക്ഷാധികാരി കടന്നു വരുന്നുണ്ടോ? രക്ഷാധികാരിയാണ് യഥാർത്ഥത്തിൽ ഈ CEO എന്ന് പറയുന്നത്, ബോർഡിന്റെ ചെയർമാൻ എന്ന് പറയുന്നതൊക്കെ ഈ രക്ഷാധികാരി, അല്ലെങ്കിൽ ഈ ഒരു ടീം ഉണ്ടല്ലോ, ബോർഡിന്റെ ടീം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ടീം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അമ്പലത്തിലെ അതിന്റെ ടീം എന്ന് പറയുന്നത്, ദേവസ്വം ബോർഡ് എന്നൊക്കെ പറയുന്നത് ഇതിന്റെ രക്ഷാധികാരി കൂടിയാണ്. ഈ മൈനറിന്റെ ഗാർഡിയനാണ് ശരിക്കും ഇവര്. ഓൺ ബിഹാഫ് ഓഫ് മൈനറാണ്, അതായത് മൈനർക്ക് വേണ്ടി. അപ്പോൾ മൈനറിന്റെ താല്പര്യത്തെ സംരക്ഷിക്കുക എന്നുള്ള, അതിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഒരു മൗലികമായ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ടീം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ മൈനർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പർട്ടി കൈവശം വെക്കാൻ പറ്റും, വാങ്ങാൻ പറ്റും, സ്വന്തം പേരിൽ ഭൂമി വാങ്ങി നിലനിർത്താൻ പറ്റും. വളരെ പരിമിതമായ, വളരെ കർശനമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് മാത്രം ചില കേസുകളിൽ എന്ത് ചെയ്യാം, വിൽക്കാനും പറ്റും. സാധാരണഗതിയിൽ ഒരു കോമൺ ആയി നമ്മൾ പറയുകയാണെങ്കിൽ ക്രയവിക്രയ അവകാശമില്ല, കൈമാറ്റം ചെയ്യാൻ പറ്റില്ല. മറ്റൊന്ന്, ഈ മൈനറിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫിക്റ്റീഷ്യസ് പേഴ്സണാലിറ്റിക്ക് ഒരാൾക്കെതിരെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾക്കെതിരെ, സംവിധാനങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റും. അയാൾക്കെതിരെയും, ഈ മൈനർക്കെതിരെയും നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം ഒരു സംവിധാനമാണ് ശരിക്കും എന്ത്, വഖഫ് ബോർഡ് എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ എന്തല്ല, ഒരു കുടുംബ സംവിധാനം പോലെയോ അല്ലെങ്കിൽ 4 പേര് കൂടിയിരുന്നിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കുന്നതല്ല. അത് ലീഗലി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്.
അതിൽ നിയമപരമായിട്ട് അർഹതപ്പെട്ടവർക്കേ കയറിയിരിക്കാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊരു മൈനറിൻ്റെ ഗാർഡിയൻ എന്ന അർത്ഥത്തിൽ കൂടിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു മൈനറിൻ്റെ അപ്പോൾ ഈ മൈനറിൻ്റെ താല്പര്യം അല്ലെങ്കിൽ ഈ മൈനറിൻ്റെ സ്വത്തുവകകൾ സംരക്ഷിക്കുക എന്ന് പറയുന്നതിന് നിയമത്തിൽ അതിനിപ്പോൾ സാധാരണഗതിയിൽ ഒരു ഓർഗാനിക് മൈനർ ആണെങ്കിൽ കൂടിയും എന്തുണ്ട്, അയാൾക്ക് ചില സവിശേഷ അധികാരങ്ങളുണ്ട്. കാരണം അയാളിൽ നിന്ന് സ്വത്ത് കൈമോശം വന്ന് പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ട ശരിക്കും സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റികളിൽപ്പെട്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വഖഫ് ബോർഡ് ക്ലെയിം ചെയ്താൽ ബാക്കിയുള്ളവർ അത് തെളിയിക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ സാധാരണഗതിയിൽ ഒരു മൈനറിനെ അങ്ങനെ ചെയ്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫിക്റ്റീഷ്യസ് പേഴ്സണാലിറ്റിയുടെ കാര്യത്തിലും സെയിം ആണ്. രണ്ടാമതൊരു കാര്യം, വഖഫ് ബോർഡിന് അങ്ങനെ പോയി ലാൻഡ് ക്ലെയിം ചെയ്യാനുള്ള വകുപ്പൊന്നുമില്ല. വഖഫ് ബോർഡിന് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ, വഖഫ് ബോർഡിന് ഒരു പ്രോപ്പർട്ടി വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടെങ്കിൽ അതിന് ഒരു പ്രൊസീജിയർ ഉണ്ട്. അത് ആദ്യം ഒരു കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് അതിൽ അന്വേഷണം നടത്തുകയും ആവശ്യമായ രേഖകൾ അല്ലെങ്കിൽ ആവശ്യമായ തെളിവുകൾ കൈപ്പെടുത്തിയതിന് ശേഷം അല്ലെങ്കിൽ അത് നേടിയതിന് ശേഷം അവയുടെയൊക്കെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതൊരു വഖഫ് ലാൻഡ് ആണെന്ന് ഡിക്ലെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഡിക്ലെയർ ചെയ്ത് എന്താണ് നിങ്ങൾക്ക് ട്രിബ്യൂണലിൽ ചോദ്യം ചെയ്യാം. ട്രിബ്യൂണൽ എന്ന് പറയുന്നത് എന്തല്ല? ഞാൻ ട്രിബ്യൂണലിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്. ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആളുകൾക്കുള്ളൊരു തെറ്റിദ്ധാരണ. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. എനിക്കാണ് ഈ വഖഫിനുള്ള ഈ ഒരു അധികാരമുള്ളതെന്ന് വിചാരിക്കുക. ഞാൻ പറയുകയാണ്, ഒരു ഭൂമി കണ്ടിട്ട് ഇതെൻ്റെ ഭൂമിയാണെന്ന് പറയുകയാണ്. എന്നിട്ട് ആ ഭൂമി എൻ്റേതാണോ അല്ലേ എന്നുള്ളത് തീരുമാനിക്കാനുള്ള അവകാശം എനിക്ക് തന്നെ ആയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഇതാണ് പലപ്പോഴും പല ആളുകൾക്കും ഉള്ളൊരു വിഷയം. ഇവിടെ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ വഖഫ് ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വഖഫ് ഇതിന് അവകാശവാദം ഉന്നയിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടപ്പോൾ നമ്മൾ ക്ലാരിഫൈ ചെയ്തു. ഇനി അത് വഖഫ് ആണത് പറയുന്നത് എന്നതിന് ശേഷം അതിൽ തീരുമാനമെടുക്കുന്നതും വഖഫാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാകുമെന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ആ ചോദ്യം പ്രസക്തമാകുന്ന എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും പല ആളുകളും വിചാരിക്കുന്നത് വഖഫ് ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മളെന്താ മദ്രസയിൽ പഠിപ്പിക്കുന്ന കുറച്ച് അധ്യാപകർ പോലുള്ള ആളുകൾ പോയിട്ട് കൂട്ടിച്ചേർന്ന് അവരെടുക്കുന്നതാണെന്നാണ്. ആക്ച്വലി അവിടെ ഈ തീരുമാനമെടുക്കുന്ന വ്യക്തി ആരാണ്? അത് നിയമജ്ഞൻ ആണല്ലോ ആവേണ്ടത്. അവിടെ ആരാണ് അത്? വഖഫ് ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ജുഡീഷ്യൽ സംവിധാനമാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ വഖഫ് ട്രിബ്യൂണൽ മാത്രമല്ല, നമ്മൾ സ്ഥിരമായിട്ട് നമുക്ക് പരിചയമുള്ള അനവധിയായ ട്രിബ്യൂണലുകൾ വേറെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, ദേശീയ ഹരിത ട്രിബ്യൂണൽ, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്ന് പറയുന്നത് നമ്മൾ റെഗുലറായിട്ട് കേൾക്കുന്ന ഒന്നാണ്. ഇതൊരു ജുഡീഷ്യൽ ബോഡിയാണ്. നിയമപ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്ന ഒരു ജുഡീഷ്യൽ ബോഡിയാണ്. അവിടെ വഖഫ് ബോർഡിന് ഇഷ്ടമുള്ള ആളുകളല്ല അവിടെ നിയമിക്കപ്പെടുക. അവിടെ നിയമിക്കപ്പെടുന്നത് ജഡ്ജിമാരെയാണ്. ഡിസ്ട്രിക്ട് ജഡ്ജിൻ്റെ ഒക്കെ കാറ്റഗറിയിലുള്ള ജഡ്ജിമാരെയാണ് അതിൽ നിയമിക്കപ്പെടുക. അതിലൊരു ജഡ്ജുണ്ടാവും, അതിലധികം ജഡ്ജുണ്ടാവും ചില കേസുകളിൽ. അതുപോലെ തന്നെ എന്തുണ്ടാവും, ഇസ്ലാമിക് ലോയിൽ പണ്ഡിതനായ ഒരു ജൂറിസ്റ്റ് ഉണ്ടാവും. അതും ഒരു ജൂറിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിയമപണ്ഡിതനാണ്. ആ ക്വാളിഫൈഡ് ആയ ഒരു നിയമ പണ്ഡിതൻ അതിനകത്ത് ഉണ്ടാവും. അത് ശരിക്കും എന്തല്ല, വഖഫ് ബോർഡിന് ആരാണ് എന്താണെന്ന് ഇതാക്കാൻ പറ്റുന്നതല്ല. അത് പ്യുവർലി എന്ന് തന്നെ ഒരു ജുഡീഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. നിയമപ്രകാരം ഒരു ജുഡീഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് ഈ വഖഫ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. വഖഫ് ട്രിബ്യൂണൽ മാത്രമല്ല, തീർച്ചയായും ഒരു കോടതി, ഒരു സിവിൽ കോടതി, അതന്നെയാണത്. ഒരു സിവിൽ കോടതി തന്നെയാണ് ഒരു ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. ട്രിബ്യൂണലുകളുടെ പിന്നെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ, ചില സവിശേഷമായ കേസുകൾ മാത്രം കൈകാര്യം ചെയ്യാനാണ് ട്രിബ്യൂണൽ വെക്കുക. ഫോർ എക്സാമ്പിൾ വഖഫ് ട്രിബ്യൂണൽ ആണെങ്കിൽ വഖഫുമായി റിലേറ്റഡ് ആയ കേസ് മാത്രമേ അത് ഹാൻഡിൽ ചെയ്യുള്ളൂ. ഇപ്പോൾ ഗ്രീൻ ട്രിബ്യൂണൽ ആണെങ്കിൽ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലോ സ്റ്റേറ്റിലെ ഗ്രീൻ ട്രിബ്യൂണലോ ആണെങ്കിൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമേ ആ ട്രിബ്യൂണൽ കേൾക്കുള്ളൂ. വേറെ ഒന്നും കേൾക്കാൻ അതിന് പറ്റില്ല, അതിനകത്തുള്ള അധികാരമില്ല. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് വിഷയങ്ങൾ, അതുമായിട്ട് അതിൻ്റെ നിയമപരിധിയിൽ വരുന്ന വിഷയങ്ങൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അധികാരമേ ട്രിബ്യൂണലിനുള്ളൂ. ആ അധികാരം തന്നെ വഖഫ് ട്രിബ്യൂണലിനുള്ളൂ. ആ അധികാരം വഖഫ് ട്രിബ്യൂണലിനുണ്ട് താനും. അത് പ്യുവർലി ലീഗലി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട സവിശേഷമായി ചില കേസുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി, അതിൻ്റെ സ്പീഡി ഡിസ്പോസലിന് വേണ്ടി, പെട്ടെന്ന് അത് തീരുമാനമാക്കാൻ വേണ്ടി, അതിൻ്റെ എഫക്റ്റീവ്നെസ്സിന് വേണ്ടി സംവിധാനിച്ച സ്പെഷ്യൽ സംവിധാനങ്ങളാണ്, സ്പെഷ്യൽ കോർട്ടുകളാണ്. ഒരു സ്പെഷ്യൽ കോർട്ടിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ഒന്നാണ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. അത് അങ്ങനെ വഖഫ് ബോർഡ് സ്വന്തം ഇഷ്ടപ്രകാരം സ്ഥാപിക്കുകയും ഞാൻ തന്നെ അങ്ങനെയല്ല. ഇത് രണ്ടും രണ്ട് സംവിധാനമാണ്. വഖഫ് ബോർഡും വഖഫ് ട്രിബ്യൂണലും എന്ന് പറയുന്നത് പരസ്പര ബന്ധിതമാണ്. അത് ഒരു നിയമത്തിൻ്റെ പരിധിയിൽ തന്നെയാണ് വരുന്നത്. 1995 വഖഫ് ആക്ടിൻ്റെ പരിധിയിൽ തന്നെയാണ് വരുന്നത് എന്നുള്ളതുകൊണ്ട്. പക്ഷേ വഖഫ് ബോർഡ് തീരുമാനിക്കുന്ന ആളല്ല വഖഫ് ട്രിബ്യൂണൽ. ഇതൊരു കോർട്ടാണ്, ഒരു സിവിൽ കോർട്ടാണത്.
സോ വഖഫ് ട്രൈബ്യൂണൽ ഒരു വിധി ഉന്നയിച്ചു കഴിഞ്ഞാൽ, പറഞ്ഞു കഴിഞ്ഞാൽ, വിധി പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ, പിന്നെ അതിന് മേലെ അതാണ് അന്തിമമായ വിധി എന്നുള്ള നിലക്കുള്ള ചില കാര്യം പറയുന്നുണ്ട്. അത് മേൽക്കോടതികളുണ്ടോ? അത് മറ്റ് ഹൈക്കോടതിയിലോ മറ്റോ പോയിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഒന്നാമത് വഖഫ് ബോർഡിന്റെ ഒരു തീരുമാനത്തെ ആദ്യം പരിശോധിക്കുന്ന ഒരു ഇടമാണ് ട്രിബ്യൂണൽ. ട്രിബ്യൂണലിന്റെ ജഡ്ജ്മെന്റുകൾക്ക് എന്തുണ്ട്? അതിനെ ഒരു അന്തിമം എന്നല്ല ശരിക്കും അതിനെ പറയേണ്ടത്. അത് കാരണം ആ ഒരു പെർട്ടിക്കുലർ വിഷയം കൈകാര്യം ചെയ്യാൻ ഉള്ള ഏറ്റവും ക്വാളിഫൈഡ് ആയ ആളുകളുള്ള ഒരു സ്പേസ് എന്ന അർത്ഥത്തിനാണ് ശരിക്കും ട്രിബ്യൂണലുകൾ വരുന്നത്. അത് മറ്റുള്ള സിവിൽ കോർട്ടുകളിൽ നിന്ന് ട്രിബ്യൂണലിനെ വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അതിൽ എക്സ്പെർട്സ് ആണെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സിവിൽ കോർട്ടിലാണെങ്കിൽ ഒരു ജഡ്ജാണ് ഉണ്ടാവുക, ഒരു സിവിൽ ജഡ്ജാണ് ഉണ്ടാവുകയെങ്കിൽ ട്രിബ്യൂണലിൽ ഉണ്ടാവുന്ന ഒരു സിവിൽ ജഡ്ജ് മാത്രമല്ല, ഒരു ഇസ്ലാമിക ജൂറിസ്റ്റ് ഉണ്ടാവും. ഇസ്ലാമിക നിയമ പണ്ഡിതൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ടതില്ല നമ്മളവിടുത്തെ മുസ്ലിയാക്കന്മാരാണെന്ന്. ദേ വിൽ ബി ജൂറിസ്റ്റ്. അതിൽ ക്വാളിഫൈഡ് ആയ, അതിൽ എഡ്യൂക്കേറ്റഡ് ആയ, അതിൽ ട്രെയിൻഡ് ആയ ജൂറിസ്റ്റുകളായിരിക്കും അതിലുണ്ടാവുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് എക്സ്പേർട്ട് ആയിട്ടുള്ള, ഇപ്പോൾ ലീഗലി ആണെങ്കിലും അതിൻ്റെ സാങ്കേതികത്വത്തിലാണെങ്കിലും അതിൻ്റെ തിയോളജിക്കലാണെങ്കിലും അത്രയും എക്സ്പേർട്ടുകൾ കൂടിയിരിക്കുന്ന ഒരു ബെഞ്ചാണ് എന്ത് ചെയ്യുന്നത്, അതിൽ വിധി പറയുന്നത്. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ട് മറ്റുള്ള കോടതികൾ എന്ത് ചെയ്യില്ല, സ്വാഭാവികമായിട്ടുള്ള ഇടപെടലുകൾ അതിൽ നടത്താറില്ല. അതിൻ്റെ അർത്ഥം അത് അന്തിമമാണെന്നല്ല. അപ്പോൾ വഖഫ് ട്രിബ്യൂണലിൻ്റെ ഒരു ഉത്തരവിനെതിരെ ഈ നിയമത്തിൽ അപ്പീൽ പോകാനുള്ള അവകാശമുണ്ട്. ഇതിനു മുമ്പ് ഈ ഭേദഗതിയിലൂടെ അപ്പീൽ പോകാനുള്ള അവകാശമുണ്ട്. മുമ്പ് റിവ്യൂ പോകാനുള്ള അവകാശമുണ്ട്. ഇപ്പം എന്തെങ്കിലും ലീഗലിയോ അല്ലെങ്കിൽ സാങ്കേതികമോ നിയമപരമോ ആയ എറർ, ഒരു പ്രശ്നം ആ വിധിയിൽ, ട്രിബ്യൂണലിൻ്റെ വിധിയിൽ ഉണ്ട് എന്ന് ഉന്നയിക്കുകയും അത് പ്രഥമ ദൃഷ്ട്യാ ശരിയാണെന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ ഹൈക്കോടതിക്ക് ട്രിബ്യൂണലിൻ്റെ വിധിയെ റിവ്യൂ ചെയ്യാനുള്ള അധികാരമുണ്ട്. ട്രിബ്യൂണലിൻ്റെ വിധിയെ റദ്ദ് ചെയ്യാനുള്ള അവകാശമുണ്ട്, സ്റ്റേ ചെയ്യാനുള്ള അവകാശമുണ്ട്, റദ്ദ് ചെയ്യാനുള്ള അവകാശമുണ്ട്, ഒക്കെ ഉണ്ട്. അങ്ങനെ ട്രിബ്യൂണലിൻ്റെ വിധി അന്തിമമാണെന്നില്ല. കാരണം പക്ഷേ അത് എക്സ്പേർട്ട് ആയിട്ടുള്ളൊരു ജഡ്ജ്മെൻറ്റാണ്. ഫൈനൽ ജഡ്ജ്മെൻറ്റ് എന്നുള്ള, അതല്ലെങ്കിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത ഇറിവോക്കബിൾ ആയ ഒരു ജഡ്ജ്മെൻറ്റ് എന്ന അർത്ഥത്തിലല്ല ട്രിബ്യൂണലിൻ്റെ ജഡ്ജ്മെൻറ്റ് വാലിഡ് ആയിരിക്കുന്നത്. ട്രിബ്യൂണൽ ജഡ്ജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ അതിൽ സാധ്യമായ ഏറ്റവും വലിയ എക്സ്പേർട്സുകളാണ് അതിൽ വിധി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അനാവശ്യമായി അതിൽ കൈകടത്തേണ്ടതില്ലെന്നുള്ള കോടതികളുടെ അത് ശരിക്ക് വഖഫ് ട്രിബ്യൂണലിന് മാത്രം ബാധകമായൊന്നുമല്ല. അത്തരം എക്സ്പേർട്ടുകളെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഇത്തരം ജുഡീഷ്യൽ സംവിധാനങ്ങൾക്ക് ലോകം മുഴുവൻ എന്തുണ്ട്, ഇത്തരത്തിലുള്ള ഒരു അഡീഷണൽ ആയിട്ടുള്ള കൺസിഡറേഷൻ ഉണ്ട്. അത് നമ്മൾ ഇടപെട്ടിട്ട് അത് എന്ത് ചെയ്യേണ്ടതില്ല, സ്വാഭാവികമെന്ന പോലെ ഇടപെട്ടിട്ട് നമ്മളതിനെ കൈകാര്യം ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു പരിരക്ഷ അല്ലെങ്കിൽ അത്തരം ഒരു പരിഗണന ലോകത്തെല്ലായിടത്തും ഇത്തരം സ്പെഷ്യൽ സംവിധാനങ്ങൾക്കുണ്ട്. ഹൈക്കോടതിക്ക് പക്ഷേ ഒരു ഇറർ കാണുകയാണെങ്കിൽ എന്ത് ചെയ്യാം, പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യാം, റിവ്യൂ ചെയ്യാവുന്നതാണ്. ഇവിടെ ഇസ്ലാമിക ആയിട്ടുള്ള ഒരു പണ്ഡിതൻ, ഒരു മുസ്ലിം പണ്ഡിതൻ വഖഫ് ട്രിബ്യൂണലിൽ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ ഇപ്പോൾ പുതിയ ഭേദഗതി വന്നതോടുകൂടി ഇത് വഖഫ് ലാൻഡ് ആണോ അല്ലേ എന്ന് തീരുമാനിക്കുന്നത് കളക്ടറുടെ അധികാരപരിധിയിലേക്ക് മാറിക്കഴിഞ്ഞു. യഥാർത്ഥത്തിൽ കളക്ടർ ചിലപ്പോൾ ഇസ്ലാമികമായിട്ടുള്ള ഇത്തരത്തിലുള്ള നോളജ് തീരെയില്ലാത്ത ഒരാളായിരിക്കാം. അപ്പോൾ ഇത് എത്രമാത്രം പ്രതികൂലമായി ബാധിക്കും? എന്താണ് ഈ ഭേദഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഒരു ക്വസ്റ്റ്യനിൽ 2 ദിവസം മുമ്പ് നടന്ന നമ്മുടെ ഈ കേസിന്റെ വാദം കേൾക്കല് കപിൽ സിബൽ ചോദിച്ചൊരു ചോദ്യമാണ്, രാജീവ് ധവാൻ ചോദിച്ചൊരു ചോദ്യമാണ്, ചീഫ് ജസ്റ്റിസും ചോദിച്ചൊരു ചോദ്യമാണ്. ആരാണ് ഈ കളക്ടർ എന്ന് ഇപ്പോൾ അത് ചീഫ് ജസ്റ്റിസ് പറയുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യില്ല, ലെറ്റ് സിവിൽ കോർട്ട് ഡീൽ വിത്ത് ദ കേസ്. ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അത് സിവിൽ കോർട്ട് ഡീൽ ചെയ്യട്ടെ. ഒരു ഗവൺമെന്റ് ഓഫീസർ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒരു ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ നടത്തുന്നത്, എങ്ങനെയാണ് ഒരു ഡിസ്പ്യൂട്ട് റിസോൾവ് ചെയ്യുന്നത് അയാൾ? കപിൽ സിബൽ അതാണ് പറയുന്നത്. അത് പ്രഥമ ദൃഷ്ട്യാ തന്നെ അത് ഭരണഘടനാ വിരുദ്ധമാണെന്നുള്ളത്. കാരണം കോടതികൾ സെറ്റിൽ ചെയ്യേണ്ട ഒരു കേസ് കളക്ടർ സെറ്റിൽ ചെയ്യുന്നു. അത് യഥാർത്ഥത്തിൽ അതിൻ്റെ അടിസ്ഥാനം എന്താണെന്നുള്ളത് കപിൽ സിബൽ എന്താണ് തുഷാർ മേത്ത ഒരു വകുപ്പിനെ കുറിച്ച് പറഞ്ഞ പോലെ എനിക്കും അറിയില്ല അതെങ്ങനെ അതിലുള്ളിൽ കടന്നു വന്നു എന്നുള്ളത്. അത് വളരെ അബ്സേർഡ് ആയിട്ടുള്ള ഒരു പ്രൊവിഷനാണ്. അത് എങ്ങനെയാണ് ഒരു അപ്പോയിന്റഡ് ആയിട്ടുള്ള ഓഫീസർ ശരിക്കും ഒരു ലീഗൽ ഡിസ്പ്യൂട്ടിന് അന്തിമ വിധി പറയുക? എങ്ങനെയാണ് അയാളത് സെറ്റിൽ ചെയ്യുക? ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വഖഫ് ട്രൈബ്യൂണലിൽ ഇവിടെ ഈ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യം, വഖഫ് ട്രൈബ്യൂണലിന് ശേഷം അപ്പീലിന് പോകാൻ കഴിയുന്നു എന്ന് ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ ഈ അപ്പീലിന് പോയി കഴിഞ്ഞാലും വഖഫ് ട്രൈബ്യൂണലിലുള്ള ജഡ്ജി പഠിച്ച അതേ അറിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവരും മറുപടി പറയുന്നുണ്ടാവുക. ഇന്ത്യൻ പ്രോപ്പർട്ടി ആക്ടിനനുസരിച്ച് മാത്രമേ ഏത് കോടതിക്കും ഇവിടെ ഇടപെടാൻ കഴിയുള്ളൂ. ഇപ്പോൾ വലിയ കാര്യമായിട്ട് മലബാർ വിഷയത്തിന് ഇത് പരിഹാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടിഘോഷിച്ചുകൊണ്ട് ഇത് ബി ജെ പി ഇവിടെ കൊണ്ടുവന്നിട്ട് അവസാനം മന്ത്രി കിരൺ
റിജിജോ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി സുപ്രീം കോർട്ടിൽ പോയാൽ കാര്യം ശരിയാവും എന്നുള്ളതാണ്. അതിന് അതിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന സഭാ നേതാക്കൾ മുഴുവൻ അവരുടെ പ്രതീക്ഷ അറ്റു. അവർക്ക് പിന്നെ നഷ്ടബോധം വന്നു. യഥാർത്ഥത്തിൽ ഈ ട്രൈബ്യൂണലിന്റെ മേലെ ഒരു അപ്പീൽ കൊടുക്കാൻ മറ്റൊരു കോടതിയോട് പറഞ്ഞതുകൊണ്ട്, പ്രത്യേകിച്ച് ഇവിടെ കൃത്യമായി തന്നെ താങ്കൾ പറഞ്ഞു കഴിഞ്ഞു ഹൈക്കോടതിക്ക് അത് റദ്ദ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അങ്ങനെ അധികാരമുണ്ടായിരിക്കും പിന്നെ ഒരു വേറൊരു കോർട്ടിലേക്ക് കൊടുക്കാൻ പറ്റുമെന്ന് പറയുന്നത് എന്തെങ്കിലും കാര്യമുണ്ടോ? പ്രത്യേകിച്ച് മുനമ്പം വിഷയത്തിലൊക്കെ. ശരിക്കും ട്രിബ്യൂണൽ വേണമെന്ന് പറയുന്നത് തന്നെ മുസ്ലിങ്ങളായിട്ട് കൊണ്ടുവന്നൊരു സംവിധാനമൊന്നുമല്ല, അത് ഇന്ത്യൻ സ്റ്റേറ്റ് കൊണ്ടുവന്നാണ്. ട്രിബ്യൂണലില്ല, സാധാരണ സിവിൽ കോർട്ടാണെങ്കിലും മുസ്ലിങ്ങൾക്ക് തന്നെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അത് ശരിക്കും ഒരു നിയമനിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു റെഗുലേഷനാണ് എന്ത്, അതായത് ട്രിബ്യൂണലിന്റെ വിധി എന്ന് പറയുന്നത് അതിനൊരു എക്സ്ട്രാ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ കൺസിഡറേഷൻ ഉണ്ട് എന്നുള്ളത് ശരിക്കും വഖഫിന്റെ കാര്യത്തിൽ മാത്രം ബാധകമായ ഒരു കാര്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എക്സ്പേർട്ട് ആയിട്ടുള്ള അംഗങ്ങളും ലീഗൽ ഓഫീസേഴ്സും ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള കുറച്ചും കൂടി സിവിൽ കോർട്ടിനേക്കാൾ എന്ന അർത്ഥത്തിൽ കടുപ്പാണ് ശരിക്കും. കാരണം ഒരു മുസ്ലിം ജൂറിസ്റ്റിനെ കൺവിൻസ് ചെയ്യണം, ഒരു ലീഗൽ ഇന്ത്യൻ നിയമ വിദഗ്ധനെ, ഒരു ജഡ്ജിനെ കൺവിൻസ് ചെയ്യണം. അപ്പോൾ കുറേ കൂടി ബുദ്ധിമുട്ടാണത്. അപ്പോൾ ശരിക്കും അങ്ങനെ ഒരു സംവിധാനം, അങ്ങനത്തെ ഒരു എക്സ്പേർട്ട് ബെഞ്ച് വിധിച്ച ഒരു വിധി, അത് സ്വാഭാവികമെന്ന പോലെ ഇടപെടുക എന്ന് പറയുന്നത് ഇന്ത്യയിലെന്നല്ല ലോകത്തിലെവിടെയും എന്ത് ചെയ്യാത്ത, പ്രോത്സാഹിപ്പിക്കപ്പെടാത്തൊരു ലീഗൽ ഒരു പാറ്റേൺ ആണത്, ഒരു ലീഗൽ ട്രഡീഷൻ്റെ ഭാഗമാണിത്. അത് ശരിക്കും ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ആവശ്യപ്രകാരം അവർ നിർബന്ധിപ്പിച്ച് കൊടുന്നൊരു സംവിധാനമല്ല ട്രിബ്യൂണൽ. ഇപ്പോൾ ട്രിബ്യൂണൽ പിരിച്ചുവിട്ടു, നാളെ മുതൽ സിവിൽ കോർട്ട് തന്നെ ഇത് ഹാൻഡിൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് അതിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇന്ത്യൻ സ്റ്റേറ്റ് ട്രിബ്യൂണലിനെ കൊണ്ടുവരുന്നു. ട്രിബ്യൂണലിന് സ്വാഭാവികം എന്ന നിലയിൽ ഉള്ള ഒരു സ്വാഭാവികം എന്ന നിലയിലുള്ള ഒരു പരിരക്ഷ അതിനും കൈവരുന്നു. ഇപ്പോൾ റിവ്യൂക്ക് പകരം അപ്പീൽ പോകാൻ പറ്റുന്നു. സോ വാട്ട്, അപ്പീൽ പോയാലും റിവ്യൂ പോയാലും എന്താണ്, ഏകദേശം സമാനമായിട്ട് തന്നെയാണ് ഇതെന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വലിയ വ്യത്യാസമൊന്നും ഒരു അപ്പീലും റിവ്യൂവും തമ്മിലില്ല. വളരെ സാങ്കേതികമായി വളരെ പരിമിതമായ വ്യത്യാസങ്ങളേ തമ്മിലുള്ളൂ. ഒരു റിവ്യൂ മാറ്റുന്നു, അപ്പീൽ പോകാനുള്ള അധികാരം വരുന്നു. ഫൈൻ, സോ വാട്ട്. അതിനങ്ങനെ പ്രത്യേകിച്ച് വലിയ വ്യത്യാസങ്ങളൊന്നും, അല്ലെങ്കിൽ മുസ്ലിം സമൂഹം അതിലങ്ങനെ കാര്യമായിട്ട് എന്ത് ചെയ്യുന്നില്ല, അതിനോടൊന്നും കാര്യമായിട്ട് അങ്ങനെ ഒരു എതിർപ്പ് പോലും പ്രകടിപ്പിക്കുന്നില്ല. അപ്പോൾ ട്രിബ്യൂണലിലേക്ക്, ഹൈക്കോടതിയിലേക്ക് അപ്പീൽ പോകാനുള്ള അവകാശത്തിനെതിരെ മുസ്ലിം സംഘടനകൾ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. പൊക്കോട്ടെ, അതിനെന്താ. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ BJP ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ ബില്ലിൽ നിന്ന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ഒന്നും ചെയ്യാൻ കഴിയുകയുമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്, അല്ലേ? അതെ അതെ അതെ. ഇനി മുനമ്പം വിഷയത്തിൽ നമ്മൾ ഒന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ, മുനമ്പം ഭൂമി അവരിലേക്ക് എത്തിച്ചേർന്ന ചരിത്രമുണ്ട്, അവിടുത്തെ നിവാസികളിലേക്ക് എത്തിച്ചേർന്ന ചരിത്രമുണ്ട്. ആദ്യകാലങ്ങളിലൊന്നും ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലായിരുന്നു, ഭൂമി ഓൺ ചെയ്യാൻ പറ്റില്ലായിരുന്നു, അവർക്ക് സ്വന്തമാക്കാൻ കഴിയില്ലായിരുന്നു, ക്രയവിക്രയം ചെയ്യാൻ കഴിയില്ലായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിൽ ദിവാന് മാധവറാവു ആണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിക്കുന്നത്. അതിലൂടെ കുടിയാന്മാർക്ക് അവർക്ക് അവകാശം ലഭിക്കുകയും അത് അവർക്ക് വിൽക്കാൻ കഴിയുന്ന സ്ഥിതിവിശേഷം വരികയും, അത് കേരള ചരിത്രത്തിൽ തന്നെ വിദ്യാഭ്യാസപരമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ മുന്നേറാൻ, അതായത് വിദ്യാഭ്യാസിക്കുന്നതിന് വേണ്ടി ഇത് വിൽക്കാനും മറ്റൊക്കെ കഴിയുന്നതിലൂടെ പണം സ്വരൂപിച്ച് വിദ്യയിൽ മുന്നേറാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അതിന് ഈ നമ്മുടെ മുനമ്പത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, അത് പറയപ്പെടുന്നത് 1902 സത്താസെട്ട് എന്ന് പറഞ്ഞ വ്യക്തിക്ക് തിരുവിതാംകൂർ മഹാരാജാവ് പാട്ടക്കരാറായി നൽകിയതാണ് ഈ 404 ഏക്കർ സ്ഥലമെന്നാണ്. അങ്ങനെ ആ പാട്ടക്കരാറ് നിലനിന്നതിന് ശേഷം അത് 1948 അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് മാറുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾക്ക് അത് കിട്ടുന്നുണ്ട്. 1950 ഫറൂഖ് കോളേജിന് വേണ്ടി ഇത് വഖഫ് ചെയ്യുന്നു. അതിൻ്റെ രേഖകൾ കൃത്യമായി തന്നെ 2115 വേറെ 1950 ഡീഡ് പ്രകാരം കൃത്യമായി തന്നെ വരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഇത് ഈ അവിടെയുള്ള നിവാസികൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ചോദിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് 1902 പാട്ടക്കരാറായി ലഭിച്ച ഈ ഭൂമി എങ്ങനെയാണ് ഈ സേട്ടിൻ്റെ ഭൂമിയായി രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്? പാട്ടക്കരാറിൽ ഉള്ള ഭൂമി സ്വന്തമാക്കണമെന്നുള്ള എന്തടിസ്ഥാനം, അത് ഒരു രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടതാണ്, അത് എന്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? സേട്ട് യഥാർത്ഥത്തിൽ എന്തെങ്കിലും കള്ളക്കളി കളിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇന്ത്യയുടെ ഒരു ഭൂചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ 2 തരത്തിലാണ് ഭൂമി ഉണ്ടായിരുന്നത് മുമ്പ്. ഒന്ന് ബ്രഹ്മസ്വം ഭൂമിയാണ്, മറ്റൊന്ന് ദേവസ്വം ഭൂമി. ബ്രഹ്മസ്വം ഭൂമി എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്റെ ഭൂമി, മറ്റേത് ദേവസ്വം ഭൂമി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദേവന്റെ ഭൂമി. 1902 നിങ്ങൾ പറഞ്ഞ പോലെ തിരുവിതാംകൂർ രാജകുടുംബം എന്ത് ചെയ്യുന്നു,
സത്താർ സേട്ടിന് 404 ഏക്കർ എന്ത് ചെയ്യുന്നുണ്ട്, ലീസ് ചെയ്യുന്നുണ്ട്. 1948 സത്താർ സേട്ടിന്റെ മരുമകനായ സിദ്ദീഖ് സേട്ട് അത് അദ്ദേഹത്തിന്റെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നത്. ഈ ഭൂമി, പാട്ടത്തിന് കൊടുത്ത ഭൂമി തന്റെ പേരിലേക്ക് സിദ്ദീഖ് സേട്ട് രജിസ്റ്റർ ചെയ്യുന്നത് നിയമവിരുദ്ധമായിട്ടല്ല. 1892 ട്രാവൻകൂർ ലാൻഡ് രജിസ്ട്രേഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു ആക്ട് ഉണ്ട്. ആ നിയമപ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, 1948 സിദ്ദീഖ് സേട്ട് ഈ ലാൻഡ് തന്റെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നത്. ഈ 1948 ട്രാവൻകൂറിനെ സംബന്ധിച്ച് വളരെ പ്രധാനമുള്ളൊരു സമയമാണ്. കാരണം 48 എന്ത് സംഭവിച്ചിട്ടില്ല, ട്രാവൻകൂർ അല്ലെങ്കിൽ തിരുവിതാംകൂർ എന്ന നാട്ടുരാജ്യം ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായിട്ടില്ല. അതൊരു സ്വതന്ത്ര നാട്ടുരാജ്യമായിട്ടാണ് 48 നിലനിൽക്കുന്നത്. 49 മാത്രമാണ് എന്ത് ചെയ്യുന്നത്, തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയനോട് ലയിക്കുന്നത്. ശേഷവും കഴിഞ്ഞിട്ട് 1956 മാത്രമാണ് എന്ത് ചെയ്യുന്നത്, കേരള സംസ്ഥാനം രൂപീകരിക്കുന്നത്. 1956 കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടെങ്കിലും 1963 മാത്രമാണ് എന്ത് ചെയ്യുന്നത്, കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം വരുന്നത്, ലാൻഡ് റിഫോംസ് ബില്ല്. ഈ ലാൻഡ് റിഫോംസ് ബില്ല് വരുന്നത് വരെയും എന്താണ്, ട്രാവൻകൂറിലെ ഞാൻ മുമ്പ് സൂചിപ്പിച്ച നിയമം എന്താണ്, കേരളത്തിന് ബാധകമാണ്. അപ്പം അതുകൊണ്ട് തന്നെ സിദ്ദീഖ് സേട്ടിന്റെ ലീസ് ചെയ്യപ്പെട്ട പ്രോപ്പർട്ടി സ്വന്തം പേരിലേക്ക് രജിസ്റ്റർ ചെയ്ത് എന്തല്ല, നിയമവിരുദ്ധമല്ല. എന്ന് മാത്രമല്ല, അദ്ദേഹം സ്വന്തം വീട്ടിലിരുന്ന് രജിസ്റ്റർ ചെയ്യുകയുമല്ല. അത് ഒരു സർക്കാർ സ്ഥാപനത്തിൽ, അതിന് ഓതറൈസ് ചെയ്യപ്പെട്ട സർക്കാർ സ്ഥാപനത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യുന്നത്. അതിന് നിയമപരമായ പ്രൊവിഷൻസ് ഉണ്ട്, അത് വാലിഡാണ്. അത് വാലിഡ് ആയതുകൊണ്ടാണ് ഇതുവരെ, ഈ നിമിഷം വരെ ഒരു കോടതിയിലും എന്ത് ചെയ്തിട്ടില്ല, സിദ്ദീഖ് സേട്ടിന് ഈ വസ്തുവിന്മേലുള്ള ഉടമസ്ഥാവകാശമോ കൈവശാവകാശമോ കൈകാര്യാവകാശമോ കൈമാറ്റാവകാശമോ എന്ത് ചെയ്യപ്പെടാത്തത്, ചോദ്യം ചെയ്യപ്പെട്ടില്ല. നിയമത്തിന്റെ ഒരു കോടതിയിലും നാളിന്ന് വരെ എന്ത് ചെയ്തിട്ടില്ല, ഈ പറയുന്ന നിമിഷം വരെ എന്ത് ചെയ്തിട്ടില്ല, ഓണർഷിപ്പ് എന്ന് പറയുന്നത് സിദ്ദീഖ് സേട്ടിന് ഈ ഒരു പ്രോപ്പർട്ടി കൈവശം വെക്കാനോ കൈമാറ്റം ചെയ്യാനുള്ള അവകാശം, അദ്ദേഹത്തിന്റെ ഓണർഷിപ്പ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദ്യം ചെയ്യപ്പെട്ടിട്ടേ ഇല്ല, ചോദ്യം ചെയ്യപ്പെടാൻ പറ്റുകയുമില്ല. കാരണം എന്താണ്, അത് ലീഗലി വാലിഡ് ആണ്. അതാണ് ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ സിദ്ദീഖ് സേട്ടിന് ഈ പ്രോപ്പർട്ടിന്മേലുള്ള ലീഗലായിട്ടുള്ള ഓണർഷിപ്പ് റൈറ്റ്സും ടൈറ്റിൽ റൈറ്റ്സും അതുപോലെ തന്നെ കൈമാറ്റാവകാശങ്ങളും അദ്ദേഹത്തിന് അത് ട്രാൻസാക്ട് ചെയ്യാനുള്ള അവകാശങ്ങളും എസ്റ്റാബ്ലിഷ്ഡ് ആണ് നിയമപ്രകാരം. അതൊരു ചോദ്യമേ ഇല്ലാത്ത, ഒരു തരത്തിലും സംശയം ഉന്നയിക്കാൻ പറ്റാത്ത വിധം ക്ലിയർ ആയൊരു ചോദ്യമാണ്. പിന്നീട് ചോദ്യം വരുന്നത് യഥാർത്ഥത്തിൽ ഇത് വഖഫ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആ വഖഫിന്റെ വഖഫ് ചെയ്ത ഡീഡ് എന്താണ്, പബ്ലിക്കലി അവൈലബിൾ ആണ്. ഒരു പോയിന്റ്, ആ ഡീഡിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, എന്ത്, ഇത് ഞാൻ വഖഫ് ചെയ്യുന്നതാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഫറൂഖ് കോളേജിൽ. അപ്പോൾ ആ ടൈറ്റിൽ ഡീഡ് എന്താണ്, ക്ലിയർ ആണ്. വഖഫ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത്, അദ്ദേഹം വഖഫ് ചെയ്തു എന്ന് പറയുന്ന ആ രേഖ എന്താണ്, പബ്ലിക്കലി അവൈലബിൾ ആണ്, അത് സെറ്റിൽഡും ആണ്. അത് ആ ഡീഡിനെ കൊണ്ട് മാത്രം സെറ്റിൽഡ് ആയതല്ല. പിന്നീട് 1967 മറ്റോ പറവൂർ സബ് കോടതിയിൽ ഇത് വഖഫാണെന്നുള്ള വിധി വന്നതാണ്. 1971 കേരള ഹൈക്കോടതി വിധി പ്രകാരവും എന്ത് തന്നെയാണ്, ഇത് വഖഫ് ലാൻഡാണ്. വഖഫ് ലാൻഡ് ആണെന്നുള്ളതിന് കേരള ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റ് ഉണ്ട്, 1971 ജഡ്ജ്മെന്റ് ഉണ്ട്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് അത് പരിശോധിച്ചിട്ടുണ്ട്. അതിലത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ ലാൻഡ് വഖഫ് ലാൻഡ് ആണെന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിനെതിരായിട്ട് സുപ്രീം കോടതിയിൽ നിന്നൊരു സ്റ്റേ ഇതുവരെ വന്നിട്ടില്ല. സോ ഇന്ന് ഈ നിമിഷം എന്താണ്, ആ ലാൻഡ് വഖഫ് ലാൻഡ് ആണെന്ന കാര്യത്തിൽ നിയമത്തിന്റെ മുന്നിൽ യാതൊരു ചോദ്യവുമില്ല, നിയമത്തിന്റെ മുന്നിൽ യാതൊരു ഡിസ്പ്യൂട്ടും ഇല്ല. അപ്പോൾ പിന്നെ അതിൽ വരുന്ന ഫണ്ടമെന്റലായ ഒരു പ്രശ്നം, ഫറൂഖ് കോളേജിന് ഈ ഒരു ഡീഡുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ട്, ഫറൂഖ് കോളേജുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ട്. ഫറൂഖ് കോളേജ് പറയുന്നത് വഖഫ് ലാൻഡ് അല്ല, മറിച്ച് അത് അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയെന്നാണ്. പക്ഷേ ഈ ഡീഡ് ഇത് ഗിഫ്റ്റ് അല്ല, വഖഫാണെന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൈക്കോടതിയുടെ വിധി വന്നിട്ടുണ്ട്. ആ വിധി ഇന്നും വാലിഡ് ആണ്. സോ ഗിഫ്റ്റ് ആണെന്ന് പറയുന്ന ആർഗ്യുമെന്റ്, ദാനമാണെന്ന് പറയുന്ന ആർഗ്യുമെന്റ് പിന്നെ എന്ത് ചെയ്യുന്നില്ല, നിലനിൽക്കുന്നില്ല. പിന്നെ വരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ വഖഫ് ഡീഡിലുള്ള ഒരു പെർട്ടിക്കുലർ പ്രൊവിഷനാണ്, ഒരു കണ്ടീഷനാണ്. ശരിക്കും ആ കണ്ടീഷൻ കുറച്ച് പ്രശ്നമാണ്. കാരണം വഖഫിന്റെ അടിസ്ഥാനപരമായ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ്, അൺകണ്ടീഷണൽ ആണെന്നുള്ളതാണ്. ഇക്കാര്യം ജസ്റ്റിസ് കമാൽ പാഷ എടുത്ത് പറയുന്നുണ്ട്. അതെ, അത് ഇതൊരു വളരെ കണ്ടീഷണൽ ആയതുകൊണ്ട് തന്നെ പ്രധാനമാണ്. അത് വഖഫാണോ അല്ലേ എന്നുള്ള ഒരു വിഷയം. അത് വളരെ പ്രധാനമാണ്. കാരണം വഖഫിന് എന്താണ്, വഖഫിന്റെ പ്രാഥമികമായ ഡെഫിനിഷനിൽ തന്നെ എന്ത് വരുന്നുണ്ട്, അൺകണ്ടീഷണൽ സബ്മിഷൻ ആണ്. അത് വഖഫിന് മാത്രമല്ല കേട്ടോ, ഗിഫ്റ്റിനും എന്ത് ചെയ്യുന്നുണ്ട്, അതേ നിയമം ബാധകമാണ്. ഗിഫ്റ്റും എന്താണ്, അൺകണ്ടീഷണൽ തന്നെയാണ്. പക്ഷേ ഇതിൽ എന്തുണ്ട്, ഒരു കണ്ടീഷനുണ്ട്. കാരണം ഫറൂഖ് കോളേജിന് സത്താർ സേട്ടിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന സിദ്ദീഖ് സേട്ടിന്റെ ഇച്ഛ പ്രകാരം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം അല്ലെങ്കിൽ അദ്ദേഹം എന്തിനാണോ അത് വഖഫ് ചെയ്തിട്ടുള്ളത് ആ താല്പര്യം പൂർത്തീകരിക്കാൻ കഴിയാത്ത പക്ഷം എന്ത് ചെയ്യണം, ഇത് അദ്ദേഹത്തിന്റെ നിയമപരമായ അദ്ദേഹത്തിന്റെ പിന്തുടർച്ചാവകാശികളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടണം എന്ന് പറയുന്ന
ഒരു ക്ലോസ് ഇതിനകത്തുണ്ട്. സോ ഈ ഡീഡ് എന്ന് പറയുന്നത് എന്താണ്? കണ്ടീഷണൽ ആണ്. സോ കണ്ടീഷണൽ ആവുമ്പോൾ ഒരു ഡീഡ്, ഒരു ഗിഫ്റ്റ് ആണെങ്കിലും ശരി, ഒരു വഖഫ് ആണെങ്കിലും ശരി, കണ്ടീഷണൽ ആവുമ്പോൾ എന്ത് സംഭവിക്കും, ഡീഡിന് എന്ത് സംഭവിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് വോയിഡ് ആണോ, അല്ലെങ്കിൽ വോയിഡ് ആബിനീഷ്യോ ആണോ, അല്ലെങ്കിൽ വോയിഡബിൾ ആണോ എന്നൊരു നിയമപരമായ ചോദ്യമുണ്ട്. വോയിഡ് ഈ പറഞ്ഞ അത് ഇപ്പോൾ വോയിഡ് ആബിനീഷ്യോ എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ തന്നെ, അതായത് സിദ്ദീഖ് സേട്ടിന്റെ ഡീഡ് പൂർണ്ണമായും എന്താണ്? അസാധുവാണ്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ ട്രാൻസാക്ഷൻസും അസാധുവാണ്. വോയിഡബിൾ എന്ന് പറയുമ്പോൾ അത് നിയമം മൊത്തത്തിൽ തന്നെ അസാധുവല്ല, അല്ലെങ്കിൽ അത് തുടക്കത്തിൽ തന്നെ അസാധുവല്ല. എങ്കിലും ചില പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രൊവിഷൻസിന്റെ ഭാഗമായിട്ട് പിന്നീട് വരുന്ന ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഈ കോൺട്രാക്റ്റിൽ ഭാഗമായിരിക്കുന്ന കക്ഷികളിൽ ഏതെങ്കിലും ഒരു ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോൺട്രാക്റ്റ് പിരിച്ചുവിടാൻ പറ്റും. ഈ ഡീഡിനെ ഡിസ്മിസ് ചെയ്യാൻ പറ്റും. പക്ഷേ വഖഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള മുൻകാലത്തെ ചിലപ്പോൾ പ്രിവി കൗൺസിലിന്റെ കാലത്തെ ചില കോടതി വിധികളെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ കാണുന്നത് ഒരു സ്ട്രക്ചറലായ അല്ലെങ്കിൽ ഒരു ടെക്നിക്കലായ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഡീഡിനെ വോയിഡ് ആബിനീഷ്യോ ആയി തുടക്കം മുതൽ തന്നെ അസാധുവായി കാണേണ്ടതില്ല. മറിച്ച് അതിനെ അസാധുവാക്കുന്ന ഒരു പെർട്ടിക്കുലർ പ്രൊവിഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഈ കേസിൽ പറഞ്ഞാൽ കണ്ടീഷൻ. ആ കണ്ടീഷൻ മാത്രമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റേറ്റിന് അല്ലെങ്കിൽ ജുഡീഷ്യറിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ട്രക്ക് ഡൗൺ ചെയ്യാൻ പറ്റും. അത് ഇസ്ലാമിക നിയമപ്രകാരം കാളിക്ക് ചെയ്യാൻ പറ്റും. കാളിക്ക് വിപുലമായ അധികാരങ്ങൾ എന്തുണ്ട്? അർത്ഥത്തിലുണ്ട്. ഇപ്പോൾ ഒരു ചില പെർട്ടിക്കുലർ പ്രൊവിഷൻസ് സ്ട്രക്ക് ഡൗൺ ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇതിന്റെ എന്തിനു വേണ്ടിയിട്ടാണ് വഖഫ് ചെയ്യപ്പെടുന്നത് എന്നുള്ളൊരു പോയിന്റ് ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ ആൾട്ടർ ചെയ്യാനൊക്കെ ഉള്ള അധികാരം എന്തുണ്ട്? കാളിക്കുണ്ട്. സോ ഈ ഒരു നിയമത്തിൽ പ്രത്യേകിച്ച് ഇത്രയും വർഷമായ സ്ഥിതിക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ മുൻ അനുഭവങ്ങൾ, അല്ലെങ്കിൽ കോടതിയുടെ മുൻ നടപടികളെ മുൻനിർത്തിക്കൊണ്ട് അതിൽ നിന്നൊരു സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ മാത്രമായി റദ്ദ് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ ആ ഒരു കണ്ടീഷൻ റദ്ദ് ചെയ്യപ്പെട്ടാൽ പിന്നീട് എന്താണ്? ഈ നിയമം വാലിഡ് ആണ്. എന്ന് മാത്രമല്ല, ഇത് വഖഫിനായിട്ട് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അത് പൂർത്തീകരിക്കപ്പെടാത്ത പക്ഷം എന്നുള്ളൊരു പ്രശ്നം മാത്രമേ അവിടെ ഉള്ളത്. ആ നിയമം എന്ത് ചെയ്യാൻ പറ്റും? കാരണം അത് ബേസിക്കലി ഇസ്ലാമിക നിയമപ്രകാരമാണെങ്കിൽ അങ്ങനെ ഒരു നിയമത്തിന്റെ പ്രശ്നമില്ല. കാരണം ഒരു ഇസ്ലാമിക് സിസ്റ്റത്തിലാണ് വഖഫ് ശരിക്കും രൂപപ്പെടുന്നത്. ആ ഒരു സിസ്റ്റത്തിൽ ശരിക്കും ഇനിയിപ്പോൾ ഈ ഒരു വഖഫിന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പട്ടിണിമാരൊരു സമൂഹത്തിൽ ചിലപ്പോൾ ഇനി എന്ത് വേണ്ടി വരില്ല, ചിലപ്പോൾ ഈ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സംവിധാനം ചിലപ്പോൾ വേണ്ടി വരില്ല. അപ്പം ഇനി നിർത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം, ഒരു സാഹചര്യം വന്നാൽ കാളിക്ക് വേണമെങ്കിൽ അതിൻ്റെ ഇൻറ്റൻഷൻ ഓൾട്ടർ ചെയ്യാൻ പറ്റും. ഈ ഇന്ത്യയിൽ അങ്ങനെ ഒരു കാളി സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ്, ഒരു ലീഗലി വാലിഡായ ഒരു കാളി അങ്ങനെ ഒരു സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടി വരുന്നത്? ഇങ്ങനെ ഒരു പ്രൊവിഷൻ ആഡ് ചെയ്യുന്നത് തന്നെ. അത് സ്ട്രക്ക് ഡൗൺ ചെയ്താൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഇതിനകത്തുള്ളൂ. അങ്ങനെ ചെയ്യാൻ മുൻ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ജുഡീഷ്യറിക്ക് മുന്നിൽ അത്തരം മുൻ അനുഭവങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ കാലഘട്ടത്തിലാണ് വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണത്തിന് നിസാർ കമ്മീഷനെ ഏർപ്പെടുത്തുന്നത്. നിസാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗമായിക്കൊണ്ട് ഈ മുനമ്പം ലാൻഡിനെ കുറിച്ചും കൃത്യമായി തന്നെ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിസാർ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം ഈ വിഷയകമായിട്ടുള്ള പല കേസുകളും ഹൈക്കോടതിയിൽ വന്നപ്പോൾ ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ സർക്കാരിനെയും വഖഫ് ബോർഡിനെയും, എടുത്തു പറയുന്ന വഖഫ് ബോർഡിനെയും രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ നിസാർ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല? അതായത് ഇത് വഖഫ് ലാൻഡാണ്, അതിന് വഖഫ് ലാൻഡ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ അവർ സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ വഖഫ് ഭൂമിയിൽ ഇപ്പം എന്ന് പറയപ്പെടുന്ന ആ ഭൂമിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾ അത് പണം കൊടുത്ത് വാങ്ങിയതാണ്. അവർ യഥാർത്ഥത്തിൽ ചതിക്കപ്പെട്ടവരാണ്, നിരപരാധികളാണ്. നമ്മളെല്ലാവരും അവരുടെ കൂടെയാണ്. ഇവിടെ കൃത്യമായി തന്നെ മുസ്ലിം പണ്ഡിതന്മാർ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു, എന്ത് തന്നെ വന്നാലും അവരെ കുടിയൊഴിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം. ഇവിടെ ഹൈക്കോടതി പോലും ഇത്തരത്തിലാണ് മുമ്പ് പറഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് കാണുന്നത്. ഇവിടെ അവർക്ക് ആ ഭൂമി, അവരുടെ ഭൂമി, അവർ വില കൊടുത്തു, അവരുടെ അധ്വാന ഫലത്തിൻ്റെ ഭാഗമായിട്ടുള്ള അവരുടെ പണം കൊടുത്ത് അവർ വാങ്ങിയ ഭൂമിയിൽ, അവർ സ്വസ്ഥമായി ജീവിക്കേണ്ട ഭൂമിയിൽ, അവർക്ക് രക്ഷയാകേണ്ട ഭൂമി, അത് അവരുടേത് അല്ലാതായി മാറുന്ന ഒരു സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് അത് പരിതാപകരമാണ്. അപ്പോൾ ഇതിൽ നിന്നുള്ളൊരു രക്ഷ എന്താണ് നിയമപരമായിട്ട്? എങ്ങനെയാണ് ഇതിൽ നിന്ന് സൊല്യൂഷൻ എന്താണ് നമുക്ക് പറയാൻ കഴിയുക? മുനമ്പത്തുകാരുടെ ആ ഒരു ലാൻഡ് ഡീലിംഗ്, മുനമ്പത്തുകാർ അത് കാശ് കൊടുത്ത് തന്നെ മേടിച്ചു, അത് വളരെ പ്രധാനമാണ്. സോ മുനമ്പത്തുകാർ എന്ത് ചെയ്യപ്പെട്ടിരിക്കുകയാണ്? മുനമ്പത്തുകാർ ചതിക്കപ്പെട്ടതാണ്. അവിടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വരുന്നുണ്ട്. കാരണം മറ്റുള്ള ലാൻഡ് ഡീലിങ്സിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു ലാൻഡ് ഡീലിങ്ങിനെ വ്യത്യസ്തമാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഒരു ജൂറിസ്റ്റിക് പേഴ്സൺ ആണെന്നുള്ളതാണ്. ജൂറിസ്റ്റിക് പേഴ്സണ് സാധാരണ നിലയിൽ രണ്ട് വ്യക്തികൾ സ്വാഭാവികമായി തങ്ങളുടെ ഭൂമി അല്ലെങ്കിൽ മറ്റു സ്വത്തുക്കൾ കൈകാര്യവും
കൈമാറ്റവും ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ വിൽക്കുന്നത് പോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, ജൂറിസ്റ്റിക് പേഴ്സണ് വിൽക്കാൻ പറ്റില്ല. അത് നിയമപരമായിട്ട്, അത് ഇസ്ലാമിക നിയമപ്രകാരമുള്ള ഒരു സങ്കല്പമല്ല. ജൂറിസ്റ്റിക് പേഴ്സൺ എന്ന് പറയുന്ന ഒരു സങ്കല്പം ഇസ്ലാമിക നിയമപ്രകാരമേ ഇല്ല. അത് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് നിയമത്തിൽ നിന്ന്, കോമൺ ലോയിൽ നിന്ന് സ്റ്റെം ചെയ്യുന്നതാണ്. കോമൺ ലോയിൽ നിന്ന് സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരു ജൂറിസ്റ്റിക് പേഴ്സൺ എന്ന് പറയുന്ന ഒരു സങ്കല്പം എന്ത് ചെയ്യുന്നത്, വരുന്നത്. ഇസ്ലാമിക നിയമപ്രകാരം ജൂറിസ്റ്റിക് പേഴ്സൺ എന്ന് പറയുന്ന ഒരു സങ്കല്പമില്ല. ഫിക്ടീഷ്യസ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു സങ്കല്പമില്ല. കൃത്രിമമായ ഒരു വ്യക്തിത്വം ഒരു സംവിധാനത്തിന് നൽകുന്ന ഒരു ഒരു ട്രഡീഷൻ, ഒരു 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 വ്യവസ്ഥ എന്ന് പറയുന്നത് ഇസ്ലാമിക നിയമത്തിൽ, ഇസ്ലാമിക നിയമ വ്യവഹാരത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അത് കോമൺ ലോയിൽ നിന്ന് സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൈനർ ആയതുകൊണ്ട് മൈനർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അത് സാധാരണ മനുഷ്യനാണെങ്കിലും ഫിക്ടീഷ്യസ് പേഴ്സണാലിറ്റി ആണെങ്കിലും അങ്ങനെ വളരെ സ്വതന്ത്രമായി കൈമാറ്റം ചെയ്യാൻ പറ്റില്ല. അതൊരു പ്രശ്നമാണ്. രണ്ടാമതൊരു പ്രശ്നം എന്ന് വെച്ചാൽ ചാരിറ്റബിൾ എൻഡോമെൻറ്റ്സ് ആണ് ഇതെല്ലാം. അതായത് ദാനധർമ്മമായി നൽകപ്പെട്ടതാണ്. അതായത് ദാനധർമ്മത്തെ മുൻനിർത്തിക്കൊണ്ടാണ്. അപ്പോൾ ചാരിറ്റബിൾ എൻഡോമെൻറ്റ്സ് അത് വഖഫിന് മാത്രമല്ല, അതിപ്പോൾ ഇനി ദേവസ്വം ബോർഡിനാണെങ്കിലും ശരി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനങ്ങൾക്കാണെങ്കിലും ശരി, ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ സ്വതന്ത്രമായി കൈമാറ്റം ചെയ്യാൻ പറ്റില്ല. വാങ്ങിക്കാം, വിൽക്കാൻ പറ്റില്ല. വിൽക്കുന്നതിന് ചില വളരെ ഹാർഷായ കണ്ടീഷൻസ് ഉണ്ട്. അത് ഇപ്പോൾ ഒരാൾ വിചാരിച്ചാൽ അത് സാധിക്കുന്ന ഒരു സാധനമല്ല. അതിന് വലിയ നിയമപരമായ കടമ്പകൾ തന്നെയുണ്ട്. അപ്പോൾ വഖഫ് ബോർഡിൻ്റെ വഖഫ് ചെയ്യപ്പെട്ട മുനമ്പത്തെ ആ പ്രോപ്പർട്ടി അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ കൈമാറ്റം ചെയ്യാൻ പറ്റില്ല. അതൊരു മൈനറിൻ്റെ പ്രശ്നമാണ്. വഖഫ് ബോർഡിന് ആകെ കൂടി ചെയ്യാൻ പറ്റും. വഖഫ് ബോർഡിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്, വഖഫ് ബോർഡിന് ഒരു പ്രോപ്പർട്ടി എന്ത് ചെയ്യാൻ പറ്റും, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വിൽക്കാനുള്ള അവകാശമുണ്ട്. കുറേ കൂടി വിൽക്കുക എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ കൈമാറ്റം ചെയ്യാനുള്ള അവകാശമുണ്ട്. തത്തുല്യമായ ഒരു സംവിധാനത്തിന് വേണ്ടി കൈമാറ്റം ചെയ്യാനുള്ള അവകാശമുണ്ട്. ഫറൂഖ് കോളേജ് ചെയ്തൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ഫറൂഖ് കോളേജ് ഇത് വിൽക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്തില്ല, ബോർഡിൽ നിന്ന് അനുമതി വാങ്ങിയില്ല. അത് ശരിക്കും ബോർഡിൻ്റെ മിസ്റ്റേക്ക് അല്ല, ഫറൂഖ് കോളേജിൻ്റെ മിസ്റ്റേക്കാണ്. ബോർഡിൽ അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും ഇവർ വാങ്ങിക്കുന്ന മുനമ്പത്തുകാർ ഇത് വാങ്ങിക്കുന്ന സമയത്ത് വഖഫ് ബോർഡിൽ രജിസ്റ്ററും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം നിയമപരമായിട്ട് ഈ പറയുന്ന രജിസ്റ്റർ ഓഫീസിൽ ഇത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നെങ്കിലും വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നില്ല. അത് വളരെ പ്രധാനമാണ്. വഖഫ് ഭൂമികൾ എന്ത് ചെയ്യണം, വഖഫ് ബോർഡിൽ സെപ്പറേറ്റ് ആയി വേറെ രജിസ്റ്റർ ചെയ്യണം. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയറാണത്. അത് ചെയ്തിട്ടില്ല. അത് ഫറൂഖ് കോളേജിൻ്റെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്കുകളൊന്നാണ്. അപ്പോൾ മുനമ്പത്തുകാർ ശരിക്കും ഇവിടെ ഒരു വലിയൊരു പ്രശ്നത്തിലാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആയുഷ്കാലം മുഴുവൻ സമ്പാദിച്ച പണം അവർ അവിടെ നിക്ഷേപിക്കുകയും ആ പ്രോപ്പർട്ടി അവരുടേതല്ലാതായി മാറുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുകയും ചെയ്യുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹൈക്കോടതി വിധി പ്രകാരം ഈ ലാൻഡ് ആരുടെയാണ്, വഖഫിൻ്റെയാണ്. ഇത് വഖഫ് ലാൻഡാണ്. അപ്പോൾ അതിൽ ചോദ്യവുമില്ല ഇനി. പിന്നെ അവിടെ വരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഈ മുനമ്പത്തുള്ള ഈ പാവങ്ങളെ എന്ത് ചെയ്യുന്നതാണ്. മുസ്ലിം സംഘടനകൾ ഒന്നടക്കം പറഞ്ഞൊരു കാര്യമാണ് എന്ത്, കുടി ഒഴിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. ഞങ്ങൾ അനുവദിക്കില്ല, ഞങ്ങൾ അതിനുവേണ്ടി ആവശ്യപ്പെടുകയില്ല. അപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ മുസ്ലിം നേതാവ് എന്ന് പറയുന്നത് പാണക്കാട് തങ്ങളാണ്. പാണക്കാട് തങ്ങൾ അത് വളരെ ക്ലിയർ ആക്കിയതാണ്. നമുക്ക് പരിഹാരം വേണം, അത് ശരിയാണ്. പക്ഷെ മുനമ്പത്തുകാരെ കുടിയൊഴുക്കിക്കൊണ്ടുള്ള ഒരു പരിപാടിയും വേണ്ട. അവരെ റീസെറ്റിൽ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനം, അവരുടെ കാര്യം സേഫ് ആക്കിക്കൊണ്ടുള്ള ഒരു പരിഹാരമാണ് നമുക്ക് വേണ്ട. അല്ലാതെ അവരെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് ആ ലാൻഡ് നമുക്ക് വേണ്ടെന്ന്, അങ്ങനൊരു പ്രൊസീജിയറിലേക്ക് കടക്കേണ്ടെന്ന് തങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, മറ്റു മുസ്ലിം സംഘടനകൾ പറഞ്ഞു കഴിഞ്ഞു, എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാണ്. സോ ഇവിടെ ഫണ്ടമെൻ്റലായിട്ട് വരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ, മുനമ്പത്തുകാരെ കുടിയൊഴിപ്പിക്കണമോ എന്നുള്ള. മുനമ്പത്തുകാരെ കുടിയൊഴിപ്പിക്കുക എന്ന് പറയുന്നത് ശരിക്കും ഒരു സ്റ്റേറ്റിൻ്റെ പ്രൊസീജിയറാണ്. മുസ്ലിം സംഘടനകൾ ആരും അങ്ങനൊരു പൊസിഷനേ എടുത്തിട്ടില്ല. എന്ന് മാത്രമല്ല, ഇതൊരു വഖഫ് ലാൻഡ് ആണെന്ന് പിന്നീട് വരുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ വി എസ് അച്യുതാനന്ദൻ്റെ കാലത്ത് സ്ഥാപിച്ച നിസാർ കമ്മീഷനാണ്. നിസാർ കമ്മീഷനും സെയിം കൺക്ലൂഷനാണ് പറയുന്നത്, വഖഫ് ലാൻഡാണ്. കാരണം വഖഫ് ഡീഡ് അവൈലബിൾ ആണ്, ഹൈക്കോടതിയുടെയും പറവൂർ സബ് കോടതിയുടെ ഒക്കെ വിധികളുള്ളതാണ്. സോ അതിലും ചോദ്യങ്ങളില്ല. ഇവിടെ ശരിക്കും ഇത് സെറ്റിൽ ചെയ്യാൻ പറ്റുന്നത് ആർക്കാണെന്നുള്ള ചോദ്യം ചോദിച്ചാൽ ഞാൻ പറയാം, സംസ്ഥാന സർക്കാരിനാണ്. കാരണം വഖഫ് ബോർഡിന് എന്തുണ്ട്, വളരെ ലിമിറ്റഡായ കൈമാറ്റാവകാശം ഉണ്ട് ഭൂമിയിലെ. വഖഫ് ബോർഡിന് എന്ത് ചെയ്യാൻ പറ്റും, തത്തുല്യമായ ഒരു റെമ്യൂണറേഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു കോമ്പൻസേഷനോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ തത്തുല്യമായ ഒരു 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 സ്ഥാവര ജംഗമ വസ്തുവിന് വേണ്ടി തങ്ങളുടെ കൈവശമുള്ള പ്രോപ്പർട്ടി കൈമാറ്റം ചെയ്യാൻ, പരസ്പരം കൈമാറ്റം ചെയ്യാൻ, എക്സ്ചേഞ്ച് ചെയ്യാൻ ആരെ കൊണ്ട് പറ്റും, വഖഫ് ബോർഡിനെ കൊണ്ട് പറ്റും. അത് ആ ഒരു പ്രൊവിഷൻ ഉപയോഗിക്കാവുന്നതാണ്. കാരണം ഈ നിയമത്തിൽ പറയുന്ന പോലെ എന്താണ്, ഏകപക്ഷീയമായിട്ട് ഇനി ഇത് മുതൽ നിങ്ങൾക്ക് കിട്ടുമെന്നൊന്നും പറയുന്നത്. കാരണം ഇതിലെ ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒരു വകുപ്പുണ്ടല്ലോ, എന്താണ്, ട്രസ്റ്റുകൾക്ക് ഇത് ബാധകമല്ല. ട്രസ്റ്റുകൾക്ക് ഇത് ബാധകമല്ല എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണ്, ഫറൂഖ് കോളേജ് ഒരു ട്രസ്റ്റാണ്. പക്ഷേ ഫറൂഖ് കോളേജിൻ്റെ ട്രസ്റ്റിന് ഗിഫ്റ്റ് കിട്ടിയതല്ല, വഖഫാണ് എന്നുള്ളത് ഹൈക്കോടതിയുടെ വിധിയുള്ള സ്ഥിതിക്ക് ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമില്ല. ഉപകാരമുണ്ട് എന്ന് തന്നെ വെക്കുക.
ഈ ഒരു നിയമത്തിന്റെ പ്രൊവിഷൻസിന്റെ മേലാണ് സുപ്രീം കോടതി ഇന്നലെ വൻ രൂക്ഷമായിട്ട് എന്ത് ചെയ്ത് പ്രതികരിച്ചത്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ പറ്റുക എന്ന് സുപ്രീം കോടതി ചോദിക്കുകയും ഇതെങ്ങനെ ഇതിൽ ഉൾപ്പെട്ടു എന്ന് എനിക്കറിയില്ലെന്ന് സർക്കാരിന്റെ അഭിഭാഷകൻ പറയുകയും ചെയ്ത അത്രയും പെരിഫറലായ ഒരു വകുപ്പാണ്. ഇമ്പോസിബിൾ ആണ് അത് സർവൈവ് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. രണ്ടാമതൊരു സംഭവം എന്താ വെച്ചാൽ ഈ നിയമത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, മുൻകാല പ്രാബല്യം നൽകാൻ പറ്റില്ല. മൂന്നാമത്തേത് ഇതൊരു ചാരിറ്റബിൾ എൻഡോമെന്റ് ആണ്. കാരണം ഇത് വഖഫ് ബൈ യൂസർ അല്ല. മുനമ്പത്തേന്ന് പറഞ്ഞാൽ വഖഫ് ബൈ യൂസറിലൂടെ മാത്രം മുസ്ലിങ്ങൾക്കുള്ള സാധനമല്ല, അതിന് ടൈറ്റിൽ ഡീഡും ഉണ്ട്, അതിനെ സ്ഥിരീകരിക്കുന്ന കോടതി വിധികളുണ്ട്. സോ എല്ലാ ചാരിറ്റബിൾ എൻഡോമെന്റുകൾക്കും ബാധകമായ പോലെ എന്താണ്, ചാരിറ്റി ഭൂമികൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഏകപക്ഷീയമായി കൈകാര്യം ചെയ്യാനോ കൈമാറ്റം ചെയ്യാനോ പറ്റില്ല. മുനമ്പത്തുകാരുടെ പ്രശ്നം പരിഹരിക്കാൻ ആർക്ക് പറ്റും? സർക്കാരിന് പറ്റും. മുസ്ലിം സംഘടനകൾ തുടക്കം മുതൽ ഇപ്പോൾ വരുന്ന പറയുന്ന ഒരു കാര്യമാണ്, കേന്ദ്ര ഗവൺമെന്റ് പറ്റാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഒന്നാമതെന്ന് വെച്ചാൽ ലാൻഡ് ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഓരോ വിഷയങ്ങൾ വിഭജിച്ചിട്ടുണ്ട്. സംസ്ഥാനങ്ങളുടെ വിഷയം, കേന്ദ്ര വിഷയം എന്ന് പറയുന്ന സ്റ്റേറ്റ് ലിസ്റ്റ്, സെൻട്രൽ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്ന 3 ലിസ്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിലെ വിവിധ വിഷയങ്ങൾ ആരാണ് നിയമനിർമ്മാണം നടത്താൻ അധികാരമുള്ളതെന്ന് വിഭജിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ ഭൂമി എന്ന് പറയുന്നത് എന്താണ്, സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്നതാണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നൊരു വിഷയത്തിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം സ്റ്റേറ്റിനാണ്. സെൻട്രൽ ലിസ്റ്റിലാവുമ്പോൾ കേന്ദ്ര സർക്കാരിനാണ്. കൺകറന്റ് ലിസ്റ്റിലാവുമ്പോൾ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും അതിൽ എന്തുണ്ടാക്കാൻ പറ്റും, നിയമനിർമ്മാണം നടത്താൻ പറ്റും. ഇതാണ് അതിൻ്റെ ഒരു ജനറലി പറയുകയാണെങ്കിൽ പറയാൻ പറ്റുന്നൊരു കാര്യം. ഭൂമി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റാണ്. നമ്മുടെ മുസ്ലിം സംഘടനകൾ ശരിക്കും തുടക്കം മുതലേ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു സെറ്റിൽമെൻറ്റിന്, ഒരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റിനാണ് മുസ്ലിങ്ങൾക്ക് താല്പര്യം. കാരണം നിയമപരമായിട്ട് പോയാൽ ഇതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് എന്താണ്, ശരിക്കും നിയമത്തിൻ്റെ മാത്രം കണ്ണിലൂടെ പോയാൽ പരിഹാരം എന്ന് പറയുന്നത് കുടിയൊഴിപ്പിക്കലാണ്. മുസ്ലിം സംഘടനകൾക്ക് ഒട്ടും വലിയ താല്പര്യമില്ല, കുടിയൊഴിപ്പിക്കലിന് താല്പര്യമില്ല. രണ്ടാമത്തേത് സ്റ്റേറ്റ്, അതുപോലെ തന്നെ മുസ്ലിം സംഘടനകൾ, കൺസേൺഡായ മുസ്ലിം പാർട്ടികളും അതുപോലെ തന്നെ മുനമ്പത്തുകാരും കൂടി ഇരുന്ന് പരിഹരിക്കാവുന്ന ഒരു വിഷയമാണിതുള്ളത്. ശരിക്കും ഇത് ഏറ്റവും കൂടുതൽ വഷളാക്കിയത് സ്റ്റേറ്റാണ്. കാരണം സ്റ്റേറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ വിഷയം ഒന്നിരുന്നാൽ ഇരുട്ടി വെളുക്കും മുമ്പ് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും. സ്റ്റേറ്റിന് അതിനുള്ള അധികാരമുണ്ട്, മുസ്ലിം സംഘടനകൾക്ക് അതിനുള്ള സന്നദ്ധതയുണ്ട്. അങ്ങനെ ഒരു തങ്ങളുടെ പ്രശ്നം സെറ്റിൽ ചെയ്യപ്പെടുമെന്ന് മുനമ്പത്തുകാർക്ക് തോന്നിയാൽ മുനമ്പത്തുകാരെ അതിന് എതിർക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ലത്തീൻ കത്തോലിക്കരും അത്തരം വിഭാഗങ്ങൾ അതിന് എതിർക്കേണ്ട ആവശ്യമില്ല. അവർക്ക് സ്വാഭാവികമായിട്ട് അത് സ്വീകരിക്കാൻ പറ്റും. ശരിക്കും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ വളരെ അനാസ്ഥ, ഒരു വേണമെങ്കിൽ ക്രിമിനലായ ഒരു അനാസ്ഥ എന്ന് വേണമെങ്കിൽ പറയും. ഞാൻ വേണമെങ്കിൽ ക്രിമിനൽ ട്രാൻസിറ്റേണിറ്റി എന്ന് നമ്മളതിനെ പറയുക. ഒരു കുറ്റകരമായ അനാസ്ഥ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വിഷയം ഇത്രയും വൾഗറാക്കുന്നതിൽ സിഗ്നിഫിക്കൻ്റായി കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ ഒരു നിയമനിർമ്മാണം നടത്തുകയോ അല്ലെങ്കിൽ ഒരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റോ എന്ത് ചെയ്യാൻ പറ്റും, സർക്കാരിന് സാധിക്കും. അതിന് 2 അനുകൂല ഘടകങ്ങൾ കൂടിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ് ഭൂമി എന്നുള്ളത് ഒരു കാറ്റഗറി, ഒരു അഡ്വാൻറ്റേജ് ആണ്. രണ്ടാമത്തത്, ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കക്ഷി എന്ന് പറഞ്ഞാൽ മുസ്ലിം കക്ഷിയാണ്. ഒന്ന് മുസ്ലിങ്ങളാണ്. മുസ്ലിം നേതൃത്വം ഒന്നടങ്കം ഈ കേസിൻ്റെ തുടക്കം മുതൽ പറയുന്നൊരു കാര്യമുണ്ട്, മുനമ്പത്തുകാരെ കുടിയൊഴിപ്പിക്കാൻ ഞങ്ങൾക്കൊരു താല്പര്യവുമില്ല. ഇതൊരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റിലൂടെ നമ്മൾ സെറ്റിൽ ചെയ്യണം, അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടണം. അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ ലാൻഡ് എന്ന് പറയുന്ന വഖഫ് ലാൻഡ് എന്ന് പറയുന്ന മുസ്ലിങ്ങൾക്ക് തിരികെ ലഭിക്കണം. അത് അവരുടെ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പ്രശ്നത്തിനൊരു സമവായം ഉണ്ടാക്കണമെന്ന് മുസ്ലിം കക്ഷികൾ ഒന്നടങ്കം പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോഴും അതിൽ ഉറച്ചു വയ്ക്കാണ്. മുസ്ലിങ്ങളുടെ സമുന്നത നേതൃത്വം മുഴുവൻ തന്നെ എന്താണ്, മുസ്ലിം പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ലീഡർഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ വാദത്തിൽ ഉറച്ചു വയ്ക്കുന്നുണ്ട്. അവരതിപ്പോഴും ആ പൊസിഷനിൽ തന്നെയാണ്. പിന്നെയുള്ളത് മുനമ്പത്തുകാരുടെ ഒരു പ്രശ്നം മാത്രമാണ്. സ്വാഭാവികമായി അവരുടെ ഒരു പ്രശ്നം, അവരുടെ ഒരു ലാൻഡുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം, കാരണം അവരുടെ എക്സിസ്റ്റൻഷ്യൽ പ്രശ്നമാണ്. അവർ കേവലമായി എവിടെയോ മേടിച്ചിട്ടൊരു സ്വത്ത് ഇപ്പോൾ ഒരു കേസിൽ കുടുങ്ങിക്കിടക്കുന്നതിൻ്റെ ഒരു പ്രശ്നമല്ലത്. അവർ ജീവിക്കുന്ന അവരുടെ മണ്ണ് അവരുടെ കയ്യിൽ നിന്ന് പോകുന്നു എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ മനുഷ്യരാണ്, സാമ്പത്തികമായി അത്ര വലിയ ശേഷിയില്ലാത്ത മനുഷ്യരാണ്. അവരുടെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്, അവരുടെ ഒരുപക്ഷെ ജീവിതത്തിലെ മുഴുവൻ ഇൻവെസ്റ്റ്മെൻറ്റും കൂടിയാണ് ആ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സെറ്റിൽ ചെയ്യാൻ ഒരു അമിക്കബിൾ സൊല്യൂഷൻ കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാരിന് പറ്റും. സംസ്ഥാന സർക്കാർ പക്ഷെ അതിൽ ചെയ്യുന്നില്ല. കാരണം അനവധിയായ ഒരു സ്റ്റേറ്റ് ഇതിൽ ചെയ്തിരിക്കുന്നത് കേവലമായ മൗനം പാലിക്കലല്ല, ഒരു കുറ്റകരമായ മൗനമാണ്, ക്രിമിനൽ ടാസിറ്റേണിറ്റിയാണ്. ശരിക്കും ഈ ഒരു കുറ്റകരമായ ഈ ഒരു മൗനമാണ് ശരിക്ക് എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റിൽ നിന്ന് തങ്ങൾക്കൊരു തരത്തിലുള്ള പരിഹാരവും ലഭിക്കില്ല എന്ന് മുനമ്പത്തുകാരെ വിശ്വസിപ്പിക്കാൻ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാരണം. അവിടെയാണ് യഥാർത്ഥത്തിൽ പിന്നീട് എന്ത് ചെയ്യുന്നത്, BJP കയറി കളിക്കുന്നത്, ഇതിനെ വളരെ കമ്മ്യൂണലാക്കുന്നത്. ഞാൻ പറയുന്നത് മുനമ്പത്തുകാർ ഇനി BJPക്കൊപ്പം പോയാൽ തന്നെയും ഞാൻ അതിനെ അത്ര അങ്ങനെ കുറ്റം പറയില്ല. കാരണം എന്താ വെച്ചാൽ അവരുടെ എക്സിസ്റ്റൻസുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമാണ്. അവർ സ്വാഭാവികമായാണ് ചെയ്തു പോകും. അവർ ചിലപ്പോൾ ഈ നിയമം കണ്ടിട്ടുണ്ടാവില്ല, ഈ നിയമത്തിൻ്റെ സാങ്കേതിക വശങ്ങൾ അവർക്ക് അറിയണമെന്നില്ല.
അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അവരവരുടെ പക്ഷെ എക്സിസ്റ്റൻസിന് വേണ്ടി ചെയ്തതാണ്. മറ്റൊന്ന് ബി.ജെ.പിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ചതിക്കപ്പെട്ട ഈ ജനതയെ വീണ്ടും ബി.ജെ.പി ചതിച്ചു എന്നുള്ളതാണ്. അതെ. അപ്പൊ റിജു ഈ പറയുന്നത് ഇനി സുപ്രീം കോടതിയിൽ പോയോക്ക. സുപ്രീം കോടതിയിൽ പോകാനാണെങ്കിൽ ആദ്യം തന്നെ പോയിരുന്നല്ലോ. ഈ നിയമം കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടില്ല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അത് കുറെ കാലമായിട്ട് ലീഗൽ പ്രൊഫഷണൽസും സ്കോളേഴ്സും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ്. അതിനൊന്നും തർക്കമില്ല. പരിഹരിക്കാൻ പറ്റില്ല. ഈ നിയമം കൊണ്ട് അത് പറ്റില്ല. അത് കെമാൽ ബാഷയും ആദ്യം മുതൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ്. ഈ നിയമം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് പരിഹരിക്കാൻ പറ്റില്ല. അപ്പം അദ്ദേഹവും പറഞ്ഞു എന്ത് സുപ്രീം കോടതിയിൽ പോയി നമുക്ക് നോക്കാം എന്നുള്ളത്. സുപ്രീം കോടതി പോയാലും പ്രത്യേകിച്ച് നോക്കാനൊന്നുമില്ല, അതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇപ്പോഴും ഇത് സാധിക്കും. സ്റ്റേറ്റ് ഗവൺമെന്റ് ഒന്ന് വേണമെന്ന് വെച്ചാൽ ഇരുട്ടി വെളുക്കും മുമ്പ് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇപ്പോഴും ഇതിൽ ഒരു 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 മൗനം അവലംബിക്കുകയാണ്. ഒരു കൺഫ്യൂഷൻ വീണ്ടും 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 നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ നിഷ്കളങ്കമാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് വഖഫ് അമെൻമെന്റ് ബിൽ 2025 ആണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ചരിത്രവും അതിൻ്റെ ലീഗലായിക്കൊണ്ടുള്ള വശങ്ങളും അതുപോലെ തന്നെ അതിൽ വന്ന പ്രശ്നങ്ങൾ എവിടെയൊക്കെയാണ് എന്നുള്ളതും, പ്രത്യേകിച്ചും വഖഫ് ബോർഡ്, വഖഫ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നും, അത് പിന്നെ ഏതെങ്കിലും 2-3 ആളുകൾ ചേർന്നുകൊണ്ട്, ഏതെങ്കിലും മദ്രസയിൽ പഠിപ്പിക്കുന്ന 2 ആളുകൾ ചേർന്നുള്ള അതല്ല വഖഫ് ട്രൈബ്യൂണൽ എന്നും, ഈ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിവിൽ കോർട്ടിന് ആണത് എന്നുള്ളത് കൃത്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് തെറ്റിദ്ധാരണകൾ ഈ ഉണ്ടായിരുന്നു. അത് കൃത്യമായി തന്നെ നമുക്ക് അഡ്വക്കേറ്റ് മുഹമ്മദ് റാഷിദ് കൃത്യമായി തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.